അപ്പോൾ പ്രസാദ് ചേട്ടാ എന്തുവാണ് പ്രസാദ് ചേട്ടൻ്റെ ഡെസിഗ്നേഷൻ ഫിലിം ഫീൽഡിൽ വരുന്നത്? ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. ഫിലിം മാനിപ്പുലേറ്റഡ് ബൈ ഫിംഗേഴ്സ്, അതായത് വിരലുകൾ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പപ്പറ്റ്സിനെയാണ് ജനറലി ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. Interesting ഇത് എവിടെ ആണ്. കിട്ടും കാണാനായിട്ട്? ഇത് യൂട്യൂബിലുണ്ട്. ആദ്യ കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഒബ്സഷൻ ആയിരുന്നു. ആദ്യമായിട്ട് മാമി മുംബൈ ഫെസ്റ്റിവലിലാണ് വരുന്നത്, പിന്നെ IFFK, പിന്നെ വെളിയിലും കുറച്ച് ഫെസ്റ്റിവൽസിലൊക്കെ പോയി. ലണ്ടൻ, ന്യൂയോർക്ക്, ഇന്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ ഓക്കെ. അങ്കുലിചാരിതത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ കഥ തുടങ്ങുന്നത് കുറച്ച് ഇപ്പം NS മാധവൻ പോലുള്ള റൈറ്റേഴ്സ് ഫിലിം മേക്കിങ്ങിനെക്കാട്ടിലും ടേക്കിംഗ് ദ ഫിലിം ടു ദ ഓഡിയൻസിലാണ്. അവിടെയാണ് ഒരു ചേട്ടൻ്റെ ഫിലിം ഓറ മൂമെന്റ് എപ്പോഴായിരുന്നു? അപ്പോൾ പ്രസാദ് ചേട്ടാ എന്തുവാണ് പ്രസാദ് ചേട്ടൻ്റെ ഡെസിഗ്നേഷൻ ഫിലിം ഫീൽഡിൽ വരുന്നത്? ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, ഫിലിം മേക്കർ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ എങ്ങനെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കരിയർ? കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു 8 വർഷം ആവുന്നു എൻ്റെ ഒരു ഫീച്ചർ ഫിലിം കരിയർ. അല്ലെങ്കിൽ ശരിക്കും എൻ്റെ ഫസ്റ്റ് ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ 2012 ഒരു ഷോർട്ട് ഫിലിം വഴിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 13 ഇയേഴ്സ് ആവുന്നു. 13 ഇയേഴ്സ്. അപ്പോൾ ഓക്കെ, എന്തുവായിരുന്നു ഫസ്റ്റ് ഫിലിം ചെയ്തത്? ഫസ്റ്റ് 2012 ഷൂട്ട് ചെയ്തു. 2013 ഇറങ്ങിയ അങ്കുലിചാലിതം എന്ന് പറഞ്ഞൊരു അങ്കുലിചാലിതം കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേർഡാണ്, പക്ഷേ മാനിപ്പുലേറ്റഡ് ബൈ ഫിംഗേഴ്സ് മലയാളം ടേമാണ്. അങ്കുലി മലയാളം ടേമാണ്. അത് ആക്ച്വലി ഒരു ONVയുടെ ഒരു കവിതയിലെ ഒരു ടേമാണ്. അപ്പം എനിക്ക് എൻ്റെ എല്ലാ പടങ്ങളും ഈ പേരിടൽ കുറച്ച് സ്ട്രഗിളാണ്. ക്യാച്ചി ആയിരിക്കണം, ഫിലിമിന്റെ ഒരു എസൻസ് അതിൽ കാണണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ. അടുത്ത ഫീച്ചർ 2 പടത്തിനും ഏറ്റവും ലാസ്റ്റ് പേരിട്ടത്. ഇതും അങ്കുലിചാലിതവും വളരെ സിനിമയെല്ലാം കഴിഞ്ഞ് കുറെ നാൾ പേരില്ലാതിരുന്നു, അല്ലെങ്കിൽ ഡമ്മി പേരുകളായിരുന്നു. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഈ ഞാൻ കവിതകളൊക്കെ വായിക്കാനും കേൾക്കാറൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ടേം, അതായത് മാനിപ്പുലേറ്റഡ് ബൈ ഫിംഗേഴ്സ്, അതായത് വിരലുകൾ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പപ്പറ്റ്സിനെയാണ് ജനറലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തീം ഓവറോൾ വരുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മാനിപ്പുലേഷൻ നിന്ന് കൊടുക്കുന്ന പപ്പറ്റ്സ് ആണ്, ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. അതിന്റെ ഒരു തീമായിട്ട് വരുന്നത്. ഇത് യൂട്യൂബിലുണ്ട്. പക്ഷെ അത് ഈ അങ്കുലിചാലിതമൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. മാനിപ്പുലേറ്റഡ് ബൈ ഫിംഗേഴ്സോ അല്ലെങ്കിൽ എന്റെ പേരോ ഒക്കെ നോക്കിയാൽ കിട്ടുമായിരിക്കും തോന്നുന്നു. അതൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 13 ഇയേഴ്സ് ആയി. പക്ഷെ ഇപ്പോഴും ഞാൻ പുതുതായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് ഫ്രഷ് ആയിട്ട് തോന്നുന്നു എന്ന് പറയാം. കാരണം അതുപോലെ അതേ ഒരു തീമിലുള്ള ഒരു വേറെ സാധനം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. എന്ന് പറയാം. അപ്പൊ അത് എനിക്കൊന്ന് ഇപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ ആദ്യകാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഒബ്സഷൻ ആയിരുന്നു, ഇത് ഭയങ്കര യുണീക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ എനിക്കൊന്ന് അതിശയങ്ങളുടെ വേനലും അതിന്റെ ഒരു 1 ലൈൻ പറയുവാണെങ്കിൽ അതുപോലെ വേറൊരു പടം ഇല്ല. ആദ്യത്തെ ഫീച്ചർ ഫിലിം. അത് 2016 ഷൂട്ട് ചെയ്യുന്നു. 17 ഫെസ്റ്റിവലിന് ആദ്യമായിട്ട് മാമി മുംബൈ ഫെസ്റ്റിവലിനാണ് വരുന്നത്, പിന്നെ IFFK പിന്നെ വെളിയിലും കുറച്ച് ഫെസ്റ്റിവൽസിലൊക്കെ പോയി. ലണ്ടൻ, ന്യൂയോർക്ക്, പിന്നെ കുറച്ച്. അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ ഫെസ്റ്റിവൽസ്, ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കുറച്ച് അവാർഡും കിട്ടി. ഇപ്പോൾ അതിശയങ്ങളുടെ വേനലിന് കേരള സ്റ്റേറ്റിൽ അത് ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. അല്ല, അതിലേക്ക് പോകണം. അത് ഇത് അങ്കുലിചാലിതത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ കഥ തുടങ്ങുന്നത് 2 ചെറുപ്പക്കാർ ഒരു ചാല മാർക്കറ്റാണ് കാണിക്കുന്നത്. ഇല്ല, സ്പോയിലർ അല്ലാതെ അപ്പോ 2 ചെറുപ്പക്കാർ ഒരു മാർക്കറ്റിൽ, നമ്മുടെ ചാല മാർക്കറ്റാണ്. അപ്പൊ അതാണ് വേറൊരു കാര്യം. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും തിരുവനന്തപുരത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു തിരുവനന്തപുരത്ത് പടങ്ങൾ കുറവാണ് എന്നൊക്കെയുള്ള ഒരു കാര്യം കൊണ്ടാണ്. യൂഷ്വലി അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്, മിക്ക പടവും കൊച്ചിയിലോ. അതെ, പക്ഷെ ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഒരുപാട് പടങ്ങൾ, നമ്മൾ പഴയ 80s പടങ്ങളൊക്കെ കാണുമ്പോൾ പല ലാൻഡ്മാർക്ക് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുപോലൊരു സാധനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ചെറിയ, അതെ. അപ്പൊ അത് ആ ഒരു പ്ലാനും കൂടെ വെച്ചിട്ടാണ് ഇത് ചാല മാർക്കറ്റ്, നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാർക്കറ്റ് ആണെന്നുള്ളത്. അപ്പൊ അതില് ഒരു സംഭവം അന്വേഷിച്ച് നടക്കുന്ന ഒരു സൂപ്പാണ്, ഒരു മിസ്റ്റീരിയസ് സൂപ്പാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ്.
കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പൊ അത് ഇവർ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കുന്നു. ഇത് ആരൊക്കെയോ പറഞ്ഞ് ഉള്ളൊരു അറിവ് വെച്ചിട്ടാണ് പോകുന്നത്. ഇത് എത്തുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, പിന്നെ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ഇതാണ് പ്ലോട്ട്. അതെ, അതാണ് അതിന്റെ പ്ലോട്ട്. അപ്പൊ അതും അന്നത്തെ കാലത്ത് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ കുറെ പോവുകയും കുറെ പേര് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നുവെച്ചാൽ കുറച്ച് ഇപ്പം NS മാധവൻ പോലുള്ള റൈറ്റേഴ്സ്, അങ്ങനത്തെ ഉള്ള ആൾക്കാര്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എഞ്ചിനീയറിംഗും MBA ഒക്കെ ചെയ്തു. പക്ഷെ ഇതിനെല്ലാം മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയോടുള്ളൊരു, അതായത് ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള എന്തോ ആണ് എന്നൊരു സംഭവം പണ്ടേ. അതിനൊരു കാരണം എന്ന് പറയുന്നത്, കാരണം ഞാൻ 80s 90s എൻ്റെ ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ സമയത്ത് ഇന്നിപ്പം ഒരു മൊബൈൽ ഫോൺ വെച്ച് തന്നെ, ഒരു മൊബൈൽ ഫോൺ ഉള്ള ഒരു കുട്ടിക്ക് തന്നെ അറിയാം എന്താണ് ക്യാമറ, എന്താണ് ക്യാമറ വെച്ച് ആണ് ഒരു ബേസിക്കലി ഒരു സത്യം പറഞ്ഞ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ മൊബൈലിൽ ഒരു ക്യാമറ ഉണ്ടായതുകൊണ്ട്. അന്ന് അങ്ങനെയില്ല. അന്ന് ക്യാമറ, വീഡിയോ ക്യാമറ എന്ന് വെച്ചാൽ ആർക്കും ഇല്ല. മറ്റേ സ്റ്റിൽ ക്യാമറ ഒക്കെ തന്നെ വളരെ അപൂർവമാണ്. പക്ഷേ എൻ്റെ അമ്മാവൻ, അതായത് ഇപ്പം സൗണ്ട് ഡിസൈനറായ സന്ദീപ് കുർശ്ശേരിയുടെ അച്ഛൻ, അപ്പം ഞങ്ങൾ കസിൻസ് ആണ്. അപ്പം അമ്മാവൻ ഒരു കാലത്ത് സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. കുറെ പ്രോജക്റ്റ് ഒക്കെ പല പല സ്റ്റേജസ് ആയിട്ട് നിന്ന് പോയിട്ടുണ്ട്. ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മാവൻ എഴുതിയ സ്ക്രിപ്റ്റുകൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ദ ഫിലിം സ്റ്റാർട്ട്സ് ഫ്രം ദിസ് എന്നുള്ള ഒരു ഐഡിയ കിട്ടി. സത്യം പറഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് ഭയങ്കര ഇൻസ്പിറേഷനെക്കാളും കൂടുതൽ ഒരു അവയർനെസ് ആയിരുന്നു. കാരണം നമ്മള് എല്ലാവരും സിനിമ കാണുന്നു. സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ പ്രായത്തിലൊക്കെ കൂടുതലും കുട്ടികൾ ആക്ടേഴ്സിന്റെ ഒരു സാധനമായിട്ടാണ് സിനിമ. അതെ, ആക്ടേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അത് ഓൾ ദിസ് സ്റ്റാർട്ട്സ് ഫ്രം ദിസ് പേജസ് എന്നുള്ള ആ ഒരു ഭയങ്കര ഒരു അറിവായിരുന്നു കിട്ടിയത്. അപ്പൊ നമുക്ക് വേറെ ഒരു സാധനം ഇല്ലെങ്കിലും ബൈ റൈറ്റിംഗ് ഡൗൺ സംതിങ് നമുക്കൊരു ഫിലിം മേക്കിംഗ് തുടങ്ങാം എന്നൊരു ഐഡിയ കിട്ടി. അപ്പൊ അങ്ങനെ ഞാനും സന്ദീപേട്ടനും കൂടെ, ഞാൻ 3ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷനൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാനുള്ള അറ്റംപ്റ്റ് തുടങ്ങുന്നത്. അതായത് ഒരു 8 വയസ്സിലൊക്കെ. അപ്പൊ അത് പക്ഷെ അത്രയും ഒന്നും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ആഗ്രഹം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അത്ര വലിയ റൈറ്റേഴ്സും അല്ല. അങ്ങനെ ഒരു ഇമാജിനേഷൻ ഒരു കാര്യമാണ്, വൺ ഓഫ് ദ തിങ്സ് ആണ്. അപ്പൊ ഇമാജിനേഷൻ ആണ് ഞങ്ങൾക്ക് കുറച്ച് കുറവുള്ളതെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഓവർ ടൈം ഞാൻ ഡിസ്കവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മെറ്റീരിയൽ, എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് വലിയ പാടില്ല. അതിനെ ഒരു അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റും എന്നുള്ളത്. അതാണ് ഞാൻ ആക്ച്വലി ഈ അങ്കുലിജാലത്തിൽ പിന്നെ നോക്കിയത്. അതൊരു കഥയായിരുന്നു, ഞാനൊരു ബ്ലോഗിൽ വായിച്ചൊരു കഥയായിരുന്നു. അതൊരു ആ കഥയിൽ നിന്ന് ഒരുപാട് കൂടുതലുണ്ട് ഫിലിമിൽ. അപ്പൊ ആ കൂടുതൽ ചേർക്കാനുള്ള ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അതിൽ കുറെ ലേയേഴ്സ് ആഡ് ചെയ്യുന്നു, കുറച്ച് ഇത് ചെയ്യുന്നു. ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു കഥയിൽ നിന്ന് തുടങ്ങി ഒരു ഫുൾ ഇതിലേക്ക് കൊണ്ടുവരാൻ അത് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് വന്നിട്ടില്ല. അപ്പൊ അതിനുശേഷം ഞാൻ ചെയ്ത ഫീച്ചർ ഫിലിംസിലെല്ലാം വേറെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇതാണ്, അപ്പൊ ഇങ്ങനെയാണ് തുടക്കം. ആ തുടക്കം എന്ന് വെച്ചാൽ പിന്നെ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു കാര്യം, അത് അവിടെ നിന്നാണ് തുടക്കം. പിന്നെയും ഉണ്ടല്ലോ ഫിലിം മേക്കിങ്ങിന് പല പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ അതിന് അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഇല്ല, സിനിമകൾ കാണാൻ പറ്റുന്നത് തന്നെ വളരെ കുറവാണ്. അപ്പൊ എന്റെ വീട്ടിലൊന്നും കേബിൾ TV ഒന്നും ഇല്ല. അന്ന് കേബിൾ TV ആണ് പിന്നെ ഒരു ഓപ്ഷൻ. പിന്നെ അല്ലെങ്കിൽ VCR പോലുള്ള കാര്യങ്ങൾ, നമുക്ക് കാസറ്റ് പ്ലേ ചെയ്യുന്ന സാധനം, ഇതൊന്നും എന്റെ വീട്ടിലില്ല. അപ്പോ പിന്നെ ഈ വല്ലപ്പോഴും ദൂരദർശനിലായിരുന്നു സിനിമകൾ കാണുന്നത്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം കോഴിക്കോടായിരുന്നു, പിന്നെ തിരുവനന്തപുരത്ത് വന്ന് ഞാൻ വളർന്നു വരുന്ന സമയത്തൊക്കെ തിരുവനന്തപുരത്ത് ഉള്ള ഫിലിം സൊസൈറ്റി ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചലച്ചിത്ര അക്കാദമി വന്നു. ഇവരൊക്കെ ആ സമയത്ത് അവരുടെയൊക്കെ സ്ക്രീനിങ്സ് കാണും. ഇപ്പം മ്യൂസിയം ഓഡിറ്റോറിയത്തിലോ അവിടെ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സ്ക്രീൻസ്. അപ്പം ഞാൻ സൈക്കിൾ എടുത്തോണ്ട് ഇവിടെ പോയി കാണും. കുറച്ച് വലുതായിട്ടാണ് കേട്ടോ, ഒരു ഹൈസ്കൂളിലൊക്കെ അതിന് ശേഷം ഇല്ല. അതെ, അറിഞ്ഞൂടാ. അല്ല, ഇപ്പൊ ഇത്ര അബണ്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അന്ന്
ഇത് ഭയങ്കര ഒരു കിട്ടാൻ പാടുള്ള ഒരു സാധനം ആയതുകൊണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് ചേസ് ചെയ്ത് പോകുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു വഴി എന്ന് വെച്ചാല് ഇതിന്റെ ഇൻസൈഡർ സാധനങ്ങൾ അറിയണമല്ലോ. അപ്പൊ അത് എനിക്കാണെങ്കിൽ ജെന്യുവൻലി ഇതിന്റെ എല്ലാ ഫിലിം മേക്കിന്റെ എല്ലാ ആസ്പെക്ട്സിലും എനിക്ക് താല്പര്യം. അത് എങ്ങനെയാണ് ഉണ്ടായതാണോ അതോ ഉണ്ടായി വന്നതാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഫോർ എക്സാമ്പിൾ പോസ്റ്റർ ഡിസൈൻ എന്നുള്ള സാധനം, ആർട്ട് ഡയറക്ഷൻ, അന്നൊക്കെ ഈ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ, കാലാപാനി ഇറങ്ങുന്നു, അപ്പൊ അതിൽ ആർട്ട് ഡയറക്ഷൻ ഒക്കെ ഭയങ്കര ചർച്ചയാവുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വേൾഡ് ബിൽഡ് ചെയ്യാനൊക്കെ ഇവരെന്തെല്ലാം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഓരോ ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇതെല്ലാം ഈ ഫിലിമിന്റെ ഇന്നർ വർക്കിങ്ങിനെ പറ്റിയുള്ള നമുക്കൊരു ഐഡിയാസ് പിന്നെയും തരുവാണ്. പിന്നെ ബുക്കുകളാണ് ഉള്ളത്. അപ്പോൾ അത് കിട്ടുന്ന ബുക്കുകളൊക്കെ വായിക്കുക, ഫിലിം മേക്കിങ്ങിനെ പറ്റിയുള്ള ബുക്കുകൾ. അങ്ങനെ ഞാൻ ആലോചിച്ചു, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഇൻസൈഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ആൻസർ അതിന് ബുക്സ് ആയിരുന്നു അന്നത്തെ കാലത്താണ്. പിന്നെ ഒരു 2003-04 ഒക്കെ ആയപ്പോഴാണ് ഇന്റർനെറ്റ് വരുന്നത്. ഇന്റർനെറ്റ് വരുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം, ആദ്യം ഡയലപ്പ് കണക്ഷൻസ് ആയിരുന്നു. പിന്നെ അപ്പൊ അതുകൊണ്ട് അതില് നമുക്ക് എന്തായാലും വീഡിയോ ഡൗൺലോഡ് ഒന്നും പോസിബിൾ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ കണ്ടുപിടിച്ചത് സ്ക്രീൻ പ്ലേസ് അവൈലബിൾ ആണ് സിനിമകളുടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ എന്താണ് ടോപ്പ് 100 ലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ലിസ്റ്റുകൾ നോക്കി ആ സിനിമകളുടെ സ്ക്രിപ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വായിച്ചു നോക്കും. എന്നിട്ട് ഇമാജിൻ ചെയ്യാൻ നോക്കും. എന്നിട്ട് ആ സിനിമകളൊക്കെ, ചില സിനിമകളൊന്നും ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല, ചില സിനിമകളൊക്കെ പിന്നെയാണ് കാണുന്നത്, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമകൾ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ ഇതുപോലെ വായിക്കാം. ഒരു എങ്ങനെയാണ്, എനിക്ക് തോന്നുന്ന ഓവർ എത്ര ഒരു മേ ബി 25 years ആയിരിക്കും, 8 വയസ്സിൽ തുടങ്ങിയിട്ട് ഞാൻ സിനിമ ചെയ്യുന്നത് വരെ. അപ്പോൾ പല പല കാര്യങ്ങളും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സിനിമയുടെ ഐഡിയാസ് കഥയായിട്ടുള്ളത് അത് ഞാൻ കൂട്ടുകാരോടൊക്കെ പറയും. അങ്ങനത്തെ പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്റ്റോറി ഒന്നുമല്ല, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും അതിൽ പല ഐഡിയാസും ഇപ്പോഴും സിനിമയായിട്ടില്ല, അതും ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസ് ഇപ്പോഴും ഉണ്ട്. മതിയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച്. പിന്നെ വേറൊരു കാര്യം, അതൊക്കെ ഇന്ന് റിലവന്റ് ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല അന്നത്തെ ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ എന്റെ പ്രായത്തിനും മുകളിൽ നിൽക്കുന്ന ഐഡിയാസ് ഒക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം തോന്നുന്നു, അറിഞ്ഞില്ല. പിന്നെ അങ്ങനെയൊക്കെ ഒരു സാധനം. ഈ ഇന്റർനെറ്റ് ആണ് ഒരു ഈ സെക്കൻഡ് ലെവലിലേക്ക് 2003 തൊട്ടാണ്. പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഫിലിം മേക്കിംഗ്, ഞാനങ്ങനെ ഒരു ഭയങ്കര ആക്റ്റീവായിട്ടൊരു എന്താണ്, ഒരു സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പോലെ പഠിക്കാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം ഇങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുവായിരുന്നു. അതൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് പിടിച്ചെടുക്കുമല്ലോ. അതെ, അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും, ഇപ്പം എഡിറ്റിംഗ് ആയാലും ക്യാമറ ആയാലും എല്ലാ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ കാണുകയും ഇൻഡെപ്തിലേക്ക് പോവുകയും ചെയ്യും. ജസ്റ്റ് എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അത് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം. അതാണ് എനിക്ക്, ഇതാണ് പാഷൻ എന്ന് പറയുന്നത്. എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ചേട്ടനൊക്കെ അപ്പൊ ചേട്ടാ പിന്നെ എന്തുവാണ് സെക്കൻഡ് പ്രോജക്റ്റ് ആയിട്ട് എന്തുവാണ് ചേട്ടൻ ചെയ്തത്? അപ്പൊ ഈ അങ്കുലീചരിതം കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ പലരും പറഞ്ഞു, ആലോചിക്കാതെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഐഡിയാസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ ഒരു ഇത്, എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രൂഫ് വേണം. ആളുകൾ പറഞ്ഞാൽ പോരാ എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഒരു പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഇതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ ഈ അങ്കുലീചരത്തിനൊക്കെ ഞാൻ കുറച്ച് കീവേഡ്സും കൂടെ പറഞ്ഞാൽ അത് ഭയങ്കര യുണീക്ക് ആവും. അത് പക്ഷെ സ്പോയിലറും കൂടെ ആവുന്നതാണ് ഞാൻ പറയാം. അതെ, കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഞാൻ തോന്നുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്കുലീചരിതം വഴി പുതിയ കണക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നു, അത് കണ്ടിട്ട് ആവുന്നവരുണ്ട്. പിന്നെ അന്ന് ഞാൻ ചെയ്തിരുന്ന വേറൊരു കാര്യം വെച്ചാൽ, അന്ന് പാഷൻ ഫോർ സിനിമ എന്ന് വെച്ചിട്ടൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. അത് അനുരാഗ് കശ്യപും അന്ന് പിന്നീട് ഭയങ്കര പ്രശസ്തരായ പല ആൾക്കാരും അതിന്റെ, ഇപ്പൊ ഈ വർഷം മസാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത നീരജ് കൈവാൻ, ഈ വർഷം കാനില് പുള്ളിയുടെ അടുത്ത പടമുണ്ട്. അപ്പൊ നീരജ് ഒക്കെ അന്ന് അതിന്റെ എഡിറ്റേഴ്സ് ഒക്കെയാണ്. അനുരാഗ് കശ്യപ് ഭയങ്കര ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഒരു ബഡിങ് ഫിലിം കമ്മ്യൂണിറ്റി അവിടെ അതിന്റെ അറൗണ്ട് ഉണ്ട്. ഒരു ബ്ലോഗ് ആയിരുന്നു. ഇത് ഞാൻ MBA പഠിക്കുന്ന സമയത്താണ്, 2008 to 10 ആ സമയത്തൊക്കെയാണ്. അതൊരു passionforcinema.com സൈറ്റ്, അതിൽ ഞാൻ എഴുതുമായിരുന്നു. അപ്പം ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം
ആർട്ടിക്കിൾസ് എഴുതുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് അപ്പൊ അതിൽ ഞാൻ സിനിമയെ പറ്റിയിട്ട് അന്ന് ഇറങ്ങിയ സിനിമകളെ പറ്റിയിട്ടൊക്കെ റിവ്യൂ കുറച്ചൊരു അനാലിസിസ് പോലെയും അങ്ങനെയൊക്കെ. റിവ്യൂ സച്ച് അല്ല, റിവ്യൂ ഉണ്ട്, റിവ്യൂ തന്നെയാണ്. പക്ഷെ ജസ്റ്റ് ഈ വേറൊരു കാര്യം, ഈ ഇന്നത്തെ പോലെ റിവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ റിവ്യൂ അന്നത്തെ റിവ്യൂ വ്യത്യാസമുണ്ട്. ഇന്നത്തെ റിവ്യൂ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ പ്രോഡക്റ്റ് റിവ്യൂ പോലെയാണ്, ആമസോണിലെ പ്രോഡക്റ്റ് റിവ്യൂ പോലെയാണ്. ഇത് വാങ്ങിക്കണോ വേണ്ടയോ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിലിം റിവ്യൂ എന്ന് അത് ഫിലിം ആസ് എ പ്രോഡക്റ്റിന്റെ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ റിവ്യൂ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീപ്പറാണ്. അപ്പൊ അതിന് സിനിമയെ പറ്റിയിട്ടും സിനിമയുടെ ഒരു ഹിസ്റ്ററി പറ്റിയിട്ടും ഒക്കെയുള്ള കുറച്ചും കൂടെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത് ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ലതാണ്, സിനിമ തിയേറ്ററിൽ പോയി കാണണം. പക്ഷേ ഫിലിം ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പറസ് ആണ്. എനിക്ക് അതുപോലുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു അറ്റംപ്റ്റ് ആണ് അന്ന് നടത്തിയത്. അപ്പൊ അതുവഴി ഉണ്ടായ കുറച്ച് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലോസിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത്? ഇല്ല, എന്തെങ്കിലും കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് ഉള്ള ഒരു കാര്യം. അതായത് ഇത് ഈ പറഞ്ഞ ഒരു ഇത്രയും സ്റ്റാർസ് കൊടുക്കലോ അല്ലെങ്കിൽ ഇത് കാണണോ വേണമോ അത് പറയലല്ല, അതിനപ്പുറം കുറച്ച് കാര്യം. ഞാൻ പറഞ്ഞ ഒരു നമ്മളിപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്താണെന്ന് പറയുന്നത് അതുപോലെയല്ല, കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള അങ്ങനെ കുറച്ച്. അപ്പൊ അതിന് ഒരു അന്ന് അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു പാഷൻ ഫോർ സിനിമ എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ പ്രസൻസും ഉണ്ട്. എനിക്കൊന്ന് സന്തോഷ് ശിവൻ അതിനകത്തൊരു ബ്ലോഗ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു സാധനമായിരുന്നു. അപ്പൊ അതുവഴി കുറച്ച് കണക്ഷൻസ് ഉണ്ടായി. അതുവഴി ആണെന്ന് തോന്നുന്നു അനീഷ് എന്ന് പറഞ്ഞ അനീഷ് പള്ളിയാൽ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഞാൻ കണക്റ്റഡ് ആവുന്നു. അനീഷ് കോഴിക്കോട് ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. പക്ഷെ പാഷൻ ഇതാണ്, എഴുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അനീഷ് ഞാനും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അനീഷ് പറഞ്ഞ ഒരു ത്രെഡ് ഈ പറഞ്ഞ ഒരു യുണീക്ക് സാധനമാണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടി, അവന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആവുക എന്നുള്ളതാണ്. നമുക്ക് ചെറുപ്പത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഇൻവിസിബിൾ ആയാൽ അങ്ങനെ ഒരു പവർ കിട്ടിയാൽ ചെയ്യുന്നു. അപ്പൊ ഇവന്റെ ആനന്ദ് എന്നൊക്കെ പേരൊക്കെ തന്നെയാണ് വന്നത്. കുട്ടിയുടെ ആഗ്രഹം ഇതാണ്. അപ്പൊ ഇവൻ ഇതുകൊണ്ട് ഇത് ചെയ്യാൻ, പക്ഷെ ഇവന് സയൻസിന് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇവൻ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങും ഇത് അച്ചീവ് ചെയ്യാനായിട്ട്. അങ്ങനെ അല്ല. അപ്പോ ഇത് ഈ എക്സ്പെരിമെന്റ്സ് ഒരു ഘട്ടമാകുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആവും. ഇലക്ട്രിസിറ്റി വെച്ചിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഇവന്റെ വീട്ടുകാർക്ക് പേടിയായിട്ട് ഇവരൊരു തീരുമാനം എടുക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ ഇൻവിസിബിൾ ആണെന്ന് ആക്ട് ചെയ്യാം, അങ്ങനെങ്കിലും ഇവനൊന്ന് നിർത്താം എന്ന് ഒരു ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കഥ. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ, അത് തോന്നി. അതോടെയാണ് എനിക്കൊരു ഓക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഇത് സീറോയിൻ ചെയ്യാം, ഇത് ഫോക്കസ് ചെയ്യാം, ഇത് അങ്ങനെ ഡെവലപ്പ് ചെയ്തു. 2015 ഒക്കെ തൊട്ട് ഡെവലപ്പ് ചെയ്തു. 16 ആയപ്പോഴത്തേക്കിനാണ് അത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എൻ്റെ ഈ അങ്കുലി ജാലത്തിൽ ആക്ട് ചെയ്ത ഒരാള്, രണ്ട് പേരിൽ ഒരാള് നിഖിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. സ്കൂളിൽ ഇതുപോലെ സ്കൂളിൽ നിഖിലും ഞാനുമായിട്ട് ആക്ച്വലി എഴുതാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നോവൽ എഴുതാനൊക്കെ അതൊക്കെ പരിപാടികൾ. അപ്പോൾ നിഖിൽ ഇപ്പോൾ ഒരു ലോയറാണ്. നിഖിൽ ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് അങ്കുലി ജാലത്തിൽ അവൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ പ്ലാനിനെ പറ്റി കേട്ടിട്ട്, ഈ ഐഡിയ കേട്ടിട്ട് നിഖിൽ പറയുന്നു ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം പറയുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ഒരു പാത്ത് ഉണ്ടല്ലോ, അതായത് സാധാരണ ആൾക്കാർ ഒന്നുകിൽ ഫിലിം സ്കൂളിൽ പഠിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യും, ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് അസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നേരെ അസിസ്റ്റ് ചെയ്ത് സിനിമ പഠിച്ച് കയറി പോവാന്നുള്ളത്. അപ്പൊ എനിക്ക് ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ജോലി, അത് കഴിഞ്ഞിട്ട് MBA, അത് കഴിഞ്ഞിട്ട് ജോലി, ഇതൊക്കെ നടക്കുകയാണ്. അപ്പം ഇതൊക്കെ നടക്കുന്നതെന്ന് വെച്ചാല് ഈ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് സിനിമയിലൊക്കെ ഇറങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കും ഇല്ല, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും ഇല്ല. അതുകൊണ്ടാണ് അതെ. എന്ന് മാത്രമല്ല ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കുറെ നാളായിട്ട് ഇങ്ങനെ അസിസ്റ്റൻസ് ആവുന്നു, അങ്ങനെ തന്നെ നിൽക്കുന്ന വർഷങ്ങളായി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ കാണുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക്
അത്രയും റിസ്ക് ടേക്കിംഗ് അല്ല ഞാൻ ജനറലി. അതൊരു വലിയ കാര്യമാണ്. നമ്മളുടെ ബേസിക്കലി നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്പ് ഒരു വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഈ റിസ്ക് ടേക്കിംഗ് എത്രത്തോളം എന്നുള്ളത് എൻ്റെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ അതിന് പോവാത്തത്. ചേട്ടൻ സത്യം പറഞ്ഞ ഒരു വേറൊരു ഡിറക്ഷനാണ് ഇങ്ങനെ എടുത്തല്ലേ? അല്ല, പക്ഷേ എടുത്തിട്ടുള്ള സാധാരണ ആൾക്കാർ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഒന്നെങ്കിൽ അസിസ്റ്റന്റ് ഫിലിം സ്കൂൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. പക്ഷെ ചേട്ടൻ സ്ട്രേറ്റ് അവ ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങ്. അതെ, അത് ഇതുകൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഈ അങ്കുലിജാലം ചെയ്യുന്നു, അതിന് അങ്ങനത്തെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു. അപ്പൊ എനിക്കും ഒരു കോൺഫിഡൻസ് വരുന്നു ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതുവഴി അനീഷിനെ പോലെ ഒരാളെ കിട്ടുന്നു. അങ്ങനെ അനീഷ് ഒരു വെച്ചാൽ അന്ന് ആ സമയത്ത് തന്നെ അനീഷ് ഈ എഴുതി നല്ലോണം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും അനീഷ് തന്നെ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ. അനീഷ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് ആണ്. പക്ഷേ സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ കുറെ പണി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു റൈറ്ററും കൂടെ കിട്ടുമ്പോൾ അത് എനിക്കൊരു ആ ഒരു പാർട്ട് സ്ട്രോങ് ആക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഓഫറും കൂടെ വരുമ്പോൾ പിന്നെ ചെയ്ത് ശരിയാണ്, ഐഡിയ കിട്ടി പ്രൊഡ്യൂസും ചെയ്യാനുള്ള ഇതുമായി. അതെ, അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ ഈ അങ്കുലിജാലത്തിലൂടെ ബിൽഡ് ചെയ്ത ഒരു ടീമുണ്ട്. അങ്ങനെ വരുന്ന കണക്ഷൻസ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ക്യാരി ഓവർ ആണ്. ഇപ്പൊ സന്ദീപേട്ടന് എനിക്കൊന്ന് സന്ദീപേട്ടന് എല്ലാ പടങ്ങളിലും ഉണ്ട്. സൗണ്ടിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആണ്. അതല്ലാതെ ചേട്ടൻ വഴി എനിക്കൊന്ന് അങ്കുലിജാലത്തിൽ കൂടുതലും ചേട്ടൻ വഴി കിട്ടിയ കണക്ഷൻസ് ആണ്. ക്രൂ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് ആരെയും പരിചയമില്ലല്ലോ, എനിക്ക് ആ ഒരു ഫീൽഡിലെ. പക്ഷെ ചേട്ടൻ ഓൾറെഡി ചാനൽസിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പരിചയം. അങ്ങനെയാണ് അതിശയങ്ങളുടെ വേനൽ കുറച്ചും കൂടെ ക്രൂവിനെ കൊള്ളുന്നു, കുറച്ചും കൂടെ ഒക്കെ ഒരു ഇത് വരുന്നു. എന്നാൽ അപ്പം പോലും ഒരു സിനിമയുടെ ഒരു ഫുൾ ഫ്ലെഡ് സെറ്റപ്പിലേക്കൊന്നും പോകുന്നില്ല. ഫീച്ചർ ഫിലിമാണ്. 2 മണിക്കൂർ ഫീച്ചർ ഫിലിമാണ്. 2016 നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് വളരെ അടുത്ത് തന്നെയാണ്. പാറ്റൂരാണ് എൻ്റെ മെയിൻ. ഈ കുട്ടിയുടെ വീട് ഷൂട്ട് ചെയ്ത പാറ്റൂരാണ്. അപ്പം അതിൽ തന്നെ അത് ഒരു സമ്മർ വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ തുടങ്ങി, പിന്നെ അവസാനം അവൻ സ്കൂളിൽ പോകുന്നതാണ് ലാസ്റ്റ് സീൻ. അപ്പൊ അതിന്റെ സമ്മർ ഓഫ് മിറക്കിൾസ് എന്നുള്ള അതിശയങ്ങളുടെ വേനൽ പേര് വരുന്നത് അങ്ങനെയാണ്. ആ പേരും ലാസ്റ്റ് ആണ് വന്നത്. അപ്പോ ഈ പേരുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അത് 2016 നമ്മൾ ചെയ്യുമ്പോഴും ഭയങ്കര ലിമിറ്റഡ്. നമ്മൾ ലൈറ്റ് യൂണിറ്റ് ഒന്നും ഇല്ല. നമ്മുടെ ക്യാമറമാൻ തന്നെ സെറ്റ് ചെയ്ത അമിത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ക്യാമറമാൻ ആയിരുന്നു. അമിത് തന്നെ ലൈറ്റുകൾ ഉണ്ടാക്കി CFL ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് CFL അന്ന് LED ഒക്കെ വരുന്നേ ഉള്ളൂ. LED ഒക്കെ വെച്ചിട്ട് ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് പഠിക്കുകയാണ്. എനിക്ക് ഈ പറഞ്ഞ ഒരു തിയറട്ടിക്കൽ നോളജ് ഉണ്ട് എല്ലാത്തിനെ പറ്റിയിട്ടും. ഇപ്പം ക്യാമറയ്ക്ക് ലെൻസുകൾ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഓരോ ലെൻസും 35 ലെൻസ് എന്താണ്, 50 ലെൻസ് ആണ്, അതിന്റെ റേഞ്ച് എന്താണ് എന്നൊക്കെയുള്ള ഐഡിയ എനിക്ക് പ്രാക്ടിക്കലി കിട്ടുന്നത് ഇത് ചെയ്യുമ്പോഴാണ്. അപ്പൊ അമിത് 35 ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 50 ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അത് ടുവേർഡ്സ് എൻഡ് ആവുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ 50 ഇട്ടാൽ ഇതായിരിക്കും ഫ്രെയിം, 35 ഇട്ടാൽ ഇതായിരിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു അങ്കുലിജാലവും അതിശയങ്ങളുടെ വേനലും അതിന്റെ ഫസ്റ്റ് കട്ട് അസംബിൾ ചെയ്യുന്നത് ഞാനാണ്. അപ്പം എഡിറ്റിങ്ങിനെ പറ്റി ഒരു ഫെയർ ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടും നേരത്തെ തിയറട്ടിക്കൽ ഐഡിയാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വായിച്ചുള്ള അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ അത് പ്രാക്ടിക്കലി കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ പടങ്ങളിലൂടെ തന്നെ പറ്റിയിരുന്നു. അതാണ് ഒരു ഫിലിം സ്കൂൾ അല്ലെങ്കിൽ ഫിലിം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. അതിങ്ങനെ കണ്ടിന്യൂയിങ് ആണ്. നമുക്കറിയാം തിയറീസ് പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അങ്ങനെയാണ്. അപ്പൊ അതിശയങ്ങളുടെ വേനൽ അങ്ങനെ ചെയ്യുന്നു. അത് കുറെ സമയം അതിന്റെ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ നായകൻ എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടർ ഈ ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുന്നത് തന്നെ വലിയ സ്ട്രഗിൾ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ സെൻട്രൽ ക്യാരക്ടർ 9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഈ നമ്മളൊരു നാച്ചുറലി ആദ്യം നോക്കുന്നത് ആക്ടേഴ്സിനെയാണ്, ആക്ടിങ് ചെയ്യുന്ന കുട്ടികളെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ പലർക്കും താല്പര്യം. കാരണം നമ്മൾ പ്രോജക്റ്റ് അങ്ങനെ വലിയ പ്രോജക്റ്റ് ഒന്നും അല്ലല്ലോ, ആർക്കും വലിയ അഡ്രസ് ഒന്നും ഇല്ല. അപ്പൊ എന്തിനു വിടുന്നു എന്നൊക്കെയുള്ള ഇതാണ്. അങ്ങനെ പിന്നെ അല്ലാതെ കുറച്ചുപേര് ഓഡിഷൻ ചെയ്തതിലൊന്നും നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അവരൊക്കെ ഒരു സാധാരണ കുട്ടികൾ ആക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ സിനിമ, കൊമേഴ്ഷ്യൽ സിനിമയിലൊക്കെ കുറച്ച് എക്സാജറേറ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. റിയൽ സാധനമാണ് നമ്മളെ മനസ്സിലുള്ളത്. അപ്പൊ അങ്ങനെ ഒന്നും നടക്കാതെ പിന്നെ
വീണ്ടും അടുത്ത അവസാനം നമ്മൾ അന്വേഷിച്ച് കിട്ടിയത് കുട്ടി ഇവിടെ പേട്ടയിലാണ് കുട്ടി, ചന്ദ്രകിരൺ എന്ന് പറഞ്ഞിട്ട്. ചന്ദ്രകിരൺ ആക്ച്വലി സന്ദീപേട്ടൻ്റെ ഒരു കൊളീഗിന്റെ മോനായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞ്, പക്ഷെ യാതൊരു ആക്ടിങ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. നമ്മൾ ഒരു സീൻ ചെയ്യിപ്പിച്ചു നോക്കി. അത് ചെയ്തു നോക്കിയപ്പം ഞങ്ങൾ അന്ന് ആ സമയത്ത് ടെസ്റ്റ് ചെയ്ത ബാക്കി എല്ലാവരെക്കാളിലും നല്ലോണം പെർഫോം ചെയ്തു. അത് വെച്ചിട്ട് ഓക്കെ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ പിന്നെ ഒരു 2 ആഴ്ചത്തെ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തി. ഇതിനും പിന്നെ എല്ലാവർക്കും അതിലുള്ള എല്ലാവരും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു, ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ. പിന്നെ അവരെ ഒന്ന് ഗ്രൂം ചെയ്ത് എടുത്ത് അങ്ങനെ ചെയ്തൊരു സാധനമാണ്. ഒരു ഒരു എന്താ പറഞ്ഞ ഒരു നാടക ട്രൂപ്പൊക്കെ അങ്ങനത്തെ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. കാരണം നിഖിലിന്റെ വീട്ടിലായിരുന്നു ഒരുപാട് പേര് താമസിച്ചിരുന്നത്. പിന്നെ പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ അവിടെ നിഖിലിന്റെ വീട്ടില് കുറച്ച് സ്ഥലം അവിടെ താമസിച്ചിരുന്നു. ഹോട്ടലൊക്കെ വളരെ കുറച്ച് കുറവായിട്ടേ എടുത്തിട്ടുള്ളൂ. വളരെ ഒരു ഹോം പോലെ ചെയ്തൊരു. പിന്നെ ആക്ടിങ് പോലും, ഈവൻ ഷൂട്ടിങ് പോലും ഇപ്പൊ ഈ ചന്ദ്രകിരൺ ഒരു കുട്ടിയെ എപ്പോഴും കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അവരുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതിനെല്ലാം അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു 45 days ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. 2016 എനിക്കൊന്നൊരു ഓഗസ്റ്റിലോ മറ്റോ തുടങ്ങി. ഒരു 30 ദിവസം ഷൂട്ട് ചെയ്തു. പിന്നെ ഇവർക്കൊരു കുട്ടികൾക്ക് പരീക്ഷയായിട്ടൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 days ഉണ്ട്. അങ്ങനെ ഒരു 45 days മുഴുവൻ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചില ദിവസങ്ങളൊന്നും നടക്കത്തില്ല. കാരണം ചന്ദ്രുവിന് മൂടില്ലെങ്കിൽ പ്രത്യേകിച്ച് നടക്കില്ല. അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുമായിരുന്നു, എന്തൊക്കെ വേണം എന്നുള്ളത്. പക്ഷെ അതൊന്നും നമ്മളുടെ ആ ഒരു ഷൂട്ടിംഗ് സ്റ്റൈലൊക്കെ കൊണ്ട് കൂടുതൽ ഡേയ്സ് ആയതുകൊണ്ട് കൂടുതൽ ബഡ്ജറ്റ് അങ്ങനൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ ലൈറ്റ് യൂണിറ്റിനുള്ള വാടക അങ്ങനൊന്നും ഇല്ലല്ലോ. അതെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആദ്യത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നല്ല ഐഡിയ കിട്ടി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ അത് ചെയ്തു. അത് ചെയ്തിട്ട് നമുക്ക് ആദ്യം അറിയാമായിരുന്നു ഇതൊരു ഫെസ്റ്റിവൽ പോലത്തെ ഒരു പടമാണ്, ഒരു കൊമേഴ്ഷ്യൽ പടം അല്ല. ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ പടം. എനിക്ക് ആ ഒരു കാര്യവും എനിക്ക് ക്ലിയർ ആയിരുന്നു. എനിക്കൊരു നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് ഇത് കൊമേഴ്ഷ്യൽ ആവും അങ്ങനെയൊന്നും എനിക്ക് തെറ്റിദ്ധാരണയൊന്നും ഇല്ലായിരുന്നു. കാരണം പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു നോൺ ഫേസ് ഉണ്ടെങ്കിൽ അത് കുറച്ച്, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അത്രയും കൂടെ പൈസ അയാൾക്കുള്ള ആക്ടറിനുള്ള പൈസയും കൂടെ ആവുന്നത്. എനിക്ക് അതിനേക്കാളും എനിക്കൊരു താല്പര്യം തോന്നിയൊരു കാര്യം, ഈ റോ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കുറച്ചും കൂടെ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സ് എത്രയായാലും നമുക്കറിയാം അവരൊരു സർട്ടൻ വേയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ എന്തായാലും വരും. അതില്ലാതെ ഒരു ഫ്രഷ്നെസ് ഇതിനുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്തിട്ട് ഫെസ്റ്റിവൽസിനെ അയക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു ഇതുള്ളത്. അപ്പൊ അങ്ങനെ അയച്ചു. മുംബൈ ഫെസ്റ്റിവലിന് അയച്ചു. അവിടെ എടുത്തു എന്നുള്ളതാണ് ഒരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കാരണം നമ്മളിങ്ങനെ ആ സമയത്ത് ഫോറിൻ ഫെസ്റ്റിവൽസിനൊക്കെ അയക്കുന്നുണ്ട്. അതെല്ലാം റിജക്ഷൻസ് ആണ്. കാരണം അതൊന്നും അത്ര എളുപ്പമല്ല കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു ടോട്ടലി ഔട്ട്സൈഡ് എന്ന് വരുന്ന ഒരു ഇന്ത്യൻ പടത്തിനെ ഒന്നും അവർ കൺസിഡർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് വരുന്നു. അത് ഇന്ത്യയിലെ ഒരു ലീഡിങ് ഫെസ്റ്റിവൽ ആണ്. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത് പുറത്ത് വരുവാണല്ലോ, ഒരു വാലിഡേഷൻ ആണ്. പിന്നെ അവിടുത്തെ ഫസ്റ്റ് സ്ക്രീനിങ്, അതും ഞങ്ങള് കുറെ പേരുണ്ടായിരുന്നു, ക്രൂവിലുള്ള കാസ്റ്റ് ക്രൂ ഒക്കെ, ചന്ദ്രു ഒക്കെ ഉണ്ടായിരുന്നു, പാരന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് എന്തായിരിക്കും. പക്ഷെ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ റൈറ്റ് സ്ഥലങ്ങളിലൊക്കെ തിരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു റെസ്പോൺസ് ഒക്കെ കിട്ടി. ഭയങ്കര റെസ്പോൺസ് നല്ല എന്നുവെച്ചാല് എപ്പോഴും നമുക്കൊരു ഇതുണ്ടല്ലോ, ഈ ഇതൊരു മലയാളം സിനിമയാണ്, സബ് ടൈറ്റിൽ വഴിയാണ്. അവിടെയുള്ള ക്രൗഡ് കൂടുതലും നോൺ മലയാളീസ് ആണ്, മലയാളീസ് വളരെ കുറവാണ്. മുംബൈ ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ IFFK പോലെയാണ് മുംബൈക്കാർക്ക് മാമി എന്ന് പറയുന്നത്. അവര് സ്ഥിരമായിട്ട് അത് വരാൻ കാത്തിരിക്കുക, അവധി എടുത്ത് അതിന് പോയി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ, 4-5 ദിവസത്തെ അവരുടെ പരിപാടി അതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ശരിക്കും ഫിലിം ബഫ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. പിന്നെ റിവ്യൂസ് വന്നു തുടങ്ങി. അതൊക്കെ ഭയങ്കര ഇത് ഒരു രക്ഷയില്ല. ഇതാണ് ഈ എന്തൊക്കെ കാര്യം കൊണ്ടാണോ അത് ഫ്രഷ് ആവുന്നത്, ആ കാര്യങ്ങൾ തന്നെ ഒരു കൊമേഴ്സ്യൽ വയബിലിറ്റി ഇല്ലാതാക്കുന്നത്. കാരണം അതിൽ സ്റ്റാർസ് ഇല്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും ഇതിപ്പോ ഒരാൾ കാണണമെങ്കിൽ പിന്നെ ഒരു കാര്യം, ഒരു
അതൊരു തിയേറ്റർ റിലീസ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാം ആയതാണ്. മാർച്ച് 2020 റിലീസ് ചെയ്യേണ്ടിരുന്നതാണ്. അതിന്റെ മുമ്പത്തെ ആഴ്ചയാണ് ലോക്ക്ഡൌൺ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു കാര്യം വന്നു. അതിന്റെ പോസ്റ്റർ ഡിസൈനും എല്ലാം കഴിഞ്ഞ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ, കാരണം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇറക്കാനുള്ള പൈസ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ വന്നു, എടുക്കാൻ തയ്യാറായി, തിയേറ്ററിന്റെ പ്ലാനുകളും ഒക്കെ ആക്കി. കോവിഡ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തല്ലേ? അതെ. അപ്പോൾ അത് സംഭവിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ആസ് എ ഫിലിം മേക്കർ എന്നുള്ള ഒരു ലേബൽ എനിക്ക് കിട്ടാൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോയ സ്ഥലങ്ങളിലെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. ഈ സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡിൽ സ്പെഷ്യൽ മെൻഷൻ ചന്ദ്രകേരന് കിട്ടി ആക്ടിങ്ങിന്. പിന്നെ എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടറിന് ഈ ലണ്ടനിലെ UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടിയായിരുന്നു. പിന്നെ അതുപോലെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് ചന്ദ്രകേരന് കിട്ടി. അപ്പൊ അത് യൂഷ്വലി അതായത് അഡൽട്ട് ആക്ടർ, നമുക്ക് ഇവിടെ ഈ ചൈൽഡ് ആക്ടർ, അഡൽട്ട് ആക്ടർ, ഇവർ ആ സെപ്പറേഷൻ ഒന്നും നോക്കാതെ ബെസ്റ്റ് ആക്ടറാണ്. പിന്നെ അതിന്റെ അടുത്ത വർഷം 2018 ഇത് 2019 സിംഗപ്പൂരിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇന്ദ്രൻ സേട്ടനാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു ഇത് കിട്ടി. പക്ഷെ പിന്നെയും ഈ പറഞ്ഞ പോലെ ഇത് പുറത്ത് വന്നിട്ടും ഇല്ല. പിന്നെ എനിക്കൊരു സിനിമ ചെയ്യാൻ 6 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ദായം എന്ന് പറഞ്ഞിട്ടൊരു പടം. അതിന്റെ ഇടയ്ക്ക് കുറെ അറ്റംപ്റ്റ്സ് നടന്നു. ഞാൻ കുറച്ചും കൂടെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കി. ഇപ്പൊ ഇത് എനിക്കറിയാം സ്റ്റാർസ് ഇല്ലാത്തതാണ് ഇതിന്റെ പ്രശ്നം എന്ന് അറിയാവുന്നതുകൊണ്ട് സ്റ്റാർസിനെ കിട്ടുമോ എന്നുള്ളത് നോക്കി. 1-2 സ്റ്റാർസുമായിട്ട് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അതിന്റെ കൂടെ കോവിഡ് വന്നു, ലോക്ക്ഡൌൺ വരുന്നു. നമുക്കൊരു എപ്പോഴും ഒരു ഇതുണ്ടല്ലോ, ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്തായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചു, ഓക്കെ വീണ്ടും ഒരു ചെറിയ പടം തന്നെ, അൺസർട്ടനിറ്റി ഉണ്ട്. എന്ത് ചെയ്യണം, അടുത്ത കുറച്ചും കൂടെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ചെയ്യണോ, കുറച്ചും കൂടെ ഇതേപോലൊക്കെ ഉള്ളത് ചെയ്യണം. ഫൈനലി എനിക്ക് മനസ്സിലായി കൊമേഴ്സ്യൽ പാടാണ്, പ്രത്യേകിച്ചും ലോക്ക്ഡൌണും കൂടെ വന്നതാണ്, കൊമേഴ്സ്യൽ പാടാണ് മനസ്സിലായി. അങ്ങനെ ഒരു ചെറിയ പടം തന്നെ ചെയ്യാം, ആ ഒരു ഐഡിയ ആണ് ഈ ദായം. 2020 ആദ്യമായിട്ട് ആലോചിച്ച് തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴൊന്നും നടന്നില്ല. അത് പിന്നെ ഷൂട്ടിംഗ് നടക്കുന്നത് 2022 അതൊരു ഇതുപോലെ തന്നെ ഒരു മറ്റേതൊരു ചെറിയ കുട്ടിയായിരുന്നു, ഇതൊരു ഒരു പെൺകുട്ടിയാണ്. ടീനേജ് പെൺകുട്ടി. ആ കുട്ടിയുടെ പെട്ടെന്ന് അമ്മ മരിക്കുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഗ്രീഫ്, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ള ഒരു മരണം, അതിന്റെ ഒരു ഗ്രീഫ് ഹാൻഡിൽ ചെയ്യുന്നു. ഗ്രീഫ് പ്രോസസ് ചെയ്യുന്നതിന് കൂടെ കുറച്ച് പുതിയ കാര്യങ്ങൾ, കുറച്ച് ഹാർഷ് റിയാലിറ്റീസ് അറിയേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യം. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇത് രണ്ടും ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയാം. ഒരു കുട്ടിയെ കുറച്ച് ഈവൻസ് എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇത് രണ്ടിലും. സൈക്കോളജി അങ്ങനെ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് കാണുമ്പോൾ തോന്നില്ല. പക്ഷെ ബേസിക്കലി അതാണ് ഒരു എങ്ങനെയാണ് ഒരു സർട്ടൻ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവര് കുറച്ച് മെച്യൂർ ആവുന്ന, അവരുടെ ഒരു അഡൽട്ട് ആവുന്നത് ഉള്ളൊരു എക്സ്പ്ലോറേഷൻ ആണ്. ഗ്രോത്ത് ഒക്കെ കാണിക്കുന്നത് അത് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതും ഞാൻ ഈ സ്പോയിലർ ഒഴിവാക്കി പറയുവാണ്. അതായത് ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും കൂടെ പറഞ്ഞാൽ പോലും അതിനെ ഭയങ്കരമായിട്ടൊന്നും എഫക്ട് ചെയ്യും. കാരണം അങ്ങനെയുള്ള സസ്പെൻസ് ത്രില്ലറുകളൊന്നും പക്ഷെ അതെ. അപ്പം ദായം ബേസിക്കലി ഇതാണ്. ദായം എന്ന് വെച്ചാൽ ഇൻഹെറിറ്റൻസ് എന്നാണ് അതിന്റെ മീനിങ്. അഗെയിൻ ഈ പേരിലെത്താൻ ഭയങ്കരമായിട്ട് ഒരുപാട് കുറെ ഓപ്ഷൻസ് അത് ഭയങ്കര പാടുമാണ്. അങ്ങനെ ദായം ഈ പറഞ്ഞ പോലെ കുറച്ച് ഫെസ്റ്റിവൽ ശ്രമിച്ചു. ഫൈനലി അഗെയിൻ മറ്റേ അതിശയങ്ങൾ വേനൽ പോലെ തന്നെ മാമിയിലാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ IFFK ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നല്ലപോലെ ഓടിയായിരുന്നു. ഫിലിം ഫെസ്റ്റിവലിൽ അപ്രീസിയേഷനും റിവ്യൂസും ഇന്ത്യയിലെ തന്നെ ടോപ്പ് റിവ്യൂവേഴ്സ് ഒക്കെ നല്ല രീതിയിൽ അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ അഗെയിൻ ഇപ്രാവശ്യം ഞാൻ ശ്രമിച്ച പോലും ഇല്ല അതിനൊരു തിയേറ്റർ റിലീസിനൊന്നും ഞാൻ ശ്രമിച്ചു, കാരണം എനിക്കറിയാം എന്താ സംഭവിക്കുന്നുള്ള അറിയാം. അല്ല ഈ 2018
അല്ലെങ്കിൽ 20 ഞാൻ ശ്രമിക്കുന്നുള്ളതിനെക്കാട്ടിലും ഹാർഡാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിലും ടഫാണ് സിറ്റുവേഷൻ. കാരണം നമ്മളുടെ ഇൻഡസ്ട്രിയുടെ ഒക്കെ രീതികളൊക്കെ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു ഭയങ്കര വലിയ കൊമേഴ്സ്യൽ സിനിമകൾ, ഭയങ്കര വലിയ സിനിമകളെ ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന ഹൈ ബഡ്ജറ്റ് മൂവീസിനൊക്കെ ഭയങ്കര പ്രിഫറൻസ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹൈ ബഡ്ജറ്റ് സിനിമ ഇറങ്ങുന്നെങ്കിൽ തന്നെ ഭയങ്കര പ്രൊമോഷൻസ് തന്നെ, അപ്പൊ ആൾക്കാർ അറിയും. അതെ, അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ചെറിയൊരു പടത്തിനെ അതൊരു ചാലഞ്ച് ആണല്ലേ, ഭയങ്കര ചാലഞ്ച്. അതായത് ഒരു ഭയങ്കര ഒരു അൺഈവൻ ബാറ്റിൽ ഗ്രൗണ്ട് ആണ്. അപ്പൊ ചേട്ടാ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ ഒക്കെ അല്ലേ, ഡയറക്ടറും. അപ്പൊ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത്? ഇതെല്ലാം ചാലഞ്ച് തന്നെയാണ്. അതായത് സിനിമ ഉണ്ടാക്കുക ഉള്ളത് എൻ്റെ ഒരു ചലഞ്ച് ഒരു വശത്തുണ്ട്, അതൊരു പ്രശ്നമുണ്ട്. അത് ഞങ്ങള് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് സാധാരണ ഓവർകം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബഡ്ജറ്റ് ചെറുതായിരിക്കും. അപ്പൊ അത് ആ ഒരു ചെറിയ ബഡ്ജറ്റ് എവിടെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ രണ്ടാമത്തത് എൻ്റെ വൈഫ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ വേറൊരാളുടെ അടുത്ത് പോകണ്ട എന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഇതുപോലെ ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഫെസ്റ്റിവൽ റണ്ണും ഒരു പക്ഷേ പോസിബിൾ ആയിരിക്കും. അതിൽ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. എനിക്കൊന്ന് ഒരു ഫിലിം മേക്കിങ്ങിനെക്കാട്ടിലും ടേക്കിംഗ് ദ ഫിലിം ടു ദ ഓഡിയൻസിലാണ് ഫിലിം മേക്കേഴ്സ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. അതിനുള്ളൊരു ശരിക്കും ഉള്ള പ്രൂഫാണ്. പലരും പറയാറുണ്ട് എൻ്റെ കാര്യം. ഈ പറയുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ OTTs ഒരു വലിയ ഒരു ഓപ്ഷൻ ആയിരുന്നു. നല്ല ഓപ്ഷൻ. പക്ഷെ ഇന്ത്യയിലുള്ള വലിയ OTTs ഒന്നും അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള പടങ്ങൾക്കൊന്നും സപ്പോർട്ട് കൊടുക്കുന്നില്ല. എല്ലാത്തിന്റെയും തുടക്കകാലത്ത് കുറച്ചൊക്കെ ഉണ്ടായി. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഒക്കെ വന്ന കാലത്ത് അവർ ഇൻഡിപെൻഡന്റ് പടങ്ങൾ ഇപ്പൊ എനിക്ക് അവര് കുറച്ച് ഇതല്ലേ, അവർക്കും എല്ലാം കൊമേഴ്സ്യൽ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സും എല്ലാം കൂടുതലും ഇപ്പോൾ എല്ലാ കമേഴ്ഷ്യൽ ഹിറ്റ് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ. അല്ലാതെ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് നമുക്ക് വലിയ ഗുണവും ഇല്ല. ആൾക്കാർക്ക് ഓഡിയൻസിനോട് എത്താൻ പാടാണ്. അതായത് നമ്മൾ ഇൻഡിവിജ്വലി ശ്രമിക്കുന്ന അത്രയും സ്ട്രഗിൾ തന്നെയാണ് ഒരു ചെറിയ പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനെ ഒരു ആളുകളിലേക്ക് എത്തുന്ന ഒരു അത്യാവശ്യത്തിന് യൂസർ ബേസ് ഉള്ള ഇൻഡിപെൻഡന്റ് ഫിലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നാൽ, ഇപ്പം ഒരു ബിസിനസ് പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് എ വയബിൾ ബിസിനസ് മോഡൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ എനിക്ക് ആലോചനയുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു അങ്ങനത്തെ ഒരു മില്യനെയർ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊരു, കാരണം ഇപ്പം ബാക്കി ഈ വലിയ OTTs ഒക്കെ അക്വയർ ചെയ്യുകയാണ്, പൈസ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതുപോലും വേണ്ടായിരിക്കും. ഒരു റീച്ച് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സിനിമ കൊടുക്കാൻ തയ്യാറായിരിക്കും, അതിൽ നിന്നുള്ളൊരു റവന്യൂ ഷെയർ വെച്ചിട്ട്. പക്ഷെ ഈ പ്ലാറ്റ്ഫോം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലാണ് മെനക്കെടുന്നത്. അത് ഈ പറഞ്ഞ ആ എക്സ്പോഷന് വേണ്ടി ശരിക്കും കാശ് ചെലവാക്കിയാലേ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ വലിയ പടങ്ങൾ അത്രയും കൂടുതൽ പ്രൊമോഷൻ സ്പെൻഡ് ചെയ്യുന്ന ആ മാർക്കറ്റിലേക്കാണ്. അതേ ക്ലട്ടറിന് ഇടയ്ക്കോട്ടാണ് നമ്മൾ ഈ ചെറിയ. അപ്പം ഇപ്പൊ ഒരു കോണ്ടന്റ് ഗുഡായിട്ട് മാത്രം കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഒരു സ്ട്രഗിൾ ഉള്ളത്. ഇതിന്റെ ഈ ദായം ആക്ച്വലി ദായത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് എനിക്ക് അടുത്തൊരു കുറച്ചും കൂടെ വലിയൊരു പടത്തിനുള്ളൊരു ചാൻസ് വരുന്നത്. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇതുപോലെ അഗൈൻ ഒരു ഐഡിയ കിട്ടും. അപ്പൊ എപ്പോഴും ഈ ഒരു പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്, ഞാൻ ഈ പറയുന്നതല്ലാതെ, ഞാനിപ്പോ ഈ 3 പടങ്ങളുടെ കാര്യം പറഞ്ഞു എന്നല്ലാതെ അതിന്റെ എത്രയോ പടങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ജനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കോൺസ്റ്റന്റ്ലി അങ്ങനെ ഒരു വർക്ക് ഇപ്പൊ എന്റെ ഈ പറഞ്ഞ ആദ്യത്തേത് അനീഷ് പള്ളിയാലായിരുന്നു എഴുതിയത്. ദായം ഇന്ദുലക്ഷ്മിയാണ് എഴുതിയത്. അപ്പൊ ഇങ്ങനെ എന്റെ പല റൈറ്റർ ഫ്രണ്ട്സുമായിട്ടും കൊളാബറേറ്റ് ചെയ്ത് ഞാൻ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒരാൾ നറേറ്റ് ചെയ്തത്, അത് ഡെവലപ്പ് ചെയ്ത് വിശാഖ് ശക്തർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്ക് അത് ഒരു സ്ക്രിപ്റ്റായി വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ ഇതുവരെ ആലോചിച്ചതിൽ വെച്ച് ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇത് വേണമെങ്കിൽ ഒന്ന് കൊമേഴ്ഷ്യലായിട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആകെ ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് ജിയോ ബേബിയാണ്. ജിയോ അതിശയങ്ങളുടെ വേനൽ കണ്ടു, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, ഒരുപാട് പേരോടൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്.
അപ്പം ഞങ്ങളിങ്ങനെ ടച്ചിലായിരുന്നു. ഇപ്പം ജിയോ ഞാൻ അതിനിടയ്ക്ക് 2020 ഞാൻ ചെയ്ത് തുടങ്ങിയ വേറൊരു കാര്യമാണ്, ഞാൻ ഫിലിം സബ് ടൈറ്റിലിംഗ് തുടങ്ങി. ഞാൻ 1-2 പേരുമായിട്ട് ചേർന്നിട്ട്, വേറെ സുഭാഷ് എന്ന് ഞാൻ ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ടാണ് തുടങ്ങിയത് ആദ്യം. പിന്നെ കുറച്ച് പേരും കൂടെ എക്സ്പാൻഡ് ചെയ്തു. അതായത് അതും എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് ട്രാൻസ്ലേഷൻ. ഫിലിമിന്റെ സബ്ടൈറ്റിൽ വരിക. കാരണം ആ സമയത്താണ് OTTയും പിന്നെ പാൻ ഇന്ത്യ റിലീസ് ഒക്കെ വരുന്നത്. സബ്ടൈറ്റിൽസിന് ഒരു വലിയ നീഡ്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് എപ്പോഴും താല്പര്യമുള്ള ഒരു കാര്യമാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രോജക്റ്റുകളിലൊന്നായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അപ്പൊ അത് ജിയോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അത് വരുന്നത്. പിന്നെ ജിയോയുടെ 1-2 പടങ്ങൾ പിന്നെ ചെയ്തായിരുന്നു. അപ്പൊ ഇത് അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിലൊരു ചർച്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പക്ഷേ ജിയോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, എനിക്കത് കുറച്ച് കൊമേഴ്സ്യലാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്കത് പ്രൊഡ്യൂസേഴ്സിനെ പിച്ച് ചെയ്യാൻ എന്നെ ഒന്ന് എത്ര ബഡ്ജറ്റ് ആവും, ഷെഡ്യൂൾ എത്രയാവും എന്നൊരു ഐഡിയ എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ജിയോ സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ജിയോ ചോദിക്കുന്നത്, ഇത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടെ എന്നുള്ളത്. സന്തോഷം. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അങ്ങനെ അപ്പൊ ആര് വേണം, ആക്ടർ ആര് വേണം, അതൊരു റോം കോം ആണല്ലോ, വളരെ ക്യൂട്ടായിട്ടുള്ള വേണം എന്നുള്ള. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു. ഇപ്പം റോഷൻ വൺ ഓഫ് ദ ഫസ്റ്റ് ചോയ്സസ് ആയിരുന്നു. അങ്ങനെ റോഷനുമായിട്ട് ജിയോ തന്നെ കണക്ട് ചെയ്യുന്നു. അപ്പം ഇനി അടുത്ത പ്രോജക്റ്റ് റോഷൻ മാത്യു ആണ്. അപ്പൊ അത് അങ്ങനെ റോഷൻ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതെല്ലാം കോവിഡ് ആയതുകൊണ്ട് എല്ലാം ഓൺലൈനാണ്, നാരേഷൻ കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്യുന്നു, പിന്നെ വായിക്കാൻ കൊടുക്കുന്നു. പിന്നെ റോഷൻ അതിശയങ്ങൾ വേനൽ കാണുന്നു. അതിശയങ്ങൾ വേനൽ കണ്ടു കഴിഞ്ഞിട്ട് റോഷൻ എന്നെ വിളിച്ചിട്ട്, എനിക്ക് കുറച്ചും കൂടെ സിനിമ തീരാൻ, പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു. ഇത് ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പോൾ റോഷൻ ഒരു വലിയ അംബാസഡർ ആയിരിക്കുകയാണ്. റോഷൻ പറഞ്ഞ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരോട് ഇതിനകം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് കാണാൻ എവിടെ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ട്രാജഡി. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഉടനെ പതുക്കെ റിലീസ് ചെയ്താൽ. അതെ, ഓക്കെ. അപ്പം അങ്ങനെ. പക്ഷേ പിന്നെ ഇത് ഈ ചർച്ചകളൊക്കെ നടക്കുന്ന കോവിഡ് സമയത്താണ്. അപ്പോൾ ആ വേർഷൻ ഞങ്ങൾ എഴുതിയതും കോവിഡ് സമയത്ത് നടക്കുന്നതായിട്ടാണ്. കഥ നടക്കുന്നത് കോവിഡ് സമയത്താണ്. ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഒരു 25 days 30 days എല്ലാം കിട്ടിയാൽ ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. കാരണം ഞങ്ങളുടെ ക്രൂ ഒക്കെ വളരെ ചെറുതാണല്ലോ. എൻ്റെ ആ ഒരു ഇൻഡി ഫിലിം മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ റോഷൻ കമ്മിറ്റ് ചെയ്ത കുറച്ച് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ റോഷൻ ആ ഓർഡർ ചെയ്യാം എന്നൊരു ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ പിന്നെയും താമസിച്ചു ഒരുപാട്. അപ്പോൾ അങ്ങനെ വളരെ അടുത്ത കാലത്താണ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി കോവിഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ അത് ഫുൾ റീറൈറ്റ് ചെയ്തു. പക്ഷേ തിരുവനന്തപുരമാണ് അതിൻ്റെ ഒരു ഇതും ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ട്രിവാൻഡ്രം കുറച്ചും കൂടെ മുമ്പുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒരു ആക്റ്റീവ് ക്യാരക്ടറായിട്ട് ട്രിവാൻഡ്രം വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തെ മെയിൻ സ്ഥലങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു ആസ് എ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആസ് എ ക്യാരക്ടർ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പിന്നെ അതിൽ ഈ പറഞ്ഞ നായിക സെറിൻ ഷിഹാബാണ്. കാരണം അതിനിടയ്ക്ക് ഞാൻ ആട്ടത്തിന്റെ ഒരു സ്ക്രീനിങ് കാണും. ആട്ടമൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ് ആട്ടത്തിലെ സ്ക്രീനിങ് കാണുന്നത്. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുന്നു സെറിൻ്റെ ആക്ടിങ്. അങ്ങനെ അതിന്റെ ഡയറക്ടറോട് വഴി സെറിനെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ നന്ദു ചേട്ടൻ, ആനന്ദ് മന്മഥനാണ് വേറൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ആനന്ദ് ഇപ്പം ഒരുപാട് പൊന്മാനിലും ഒക്കെ വലിയ റോൾസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മുമ്പാണ് നമ്മൾ ഇതിൽ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഞാൻ ഇതുവരെ ചെയ്തതിലും ഒരുപാട് വലിയൊരു പടം എന്ന് പറയാം. പക്ഷേ വളരെ പേഴ്സണലായിട്ട് എന്താ പറയുന്ന പ്രണയത്തിനെ പറ്റിയും ഒക്കെയുള്ള ഒരു വളരെ പേഴ്സണൽ സിനിമയാണെന്നും പറയാം. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആ ലെവലിൽ അവർ കണക്ട് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ട് അതിന്റെ റിലീസിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾ ആണ്. ഈ പറയുന്ന വലിയ പടങ്ങളുടെ ഇടയ്ക്ക് ഏത് സമയത്ത് നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള വളരെ ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആണ്. പിന്നെ ഇപ്പം മഴ വരാൻ പോകുന്നു, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞങ്ങളിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ടു ലെറ്റ് ഇറ്റ് ഔട്ട്. അങ്ങനെ അതിൽ നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഇതുവരെയുള്ള. ഇതാണ് അപ്പൊ ചേട്ടൻ എല്ലായിട്ട് ഇപ്പം വരെ ഒരു ഷോർട്ട് ഫിലിം 3 ഫീച്ചർ ഫിലിം അല്ലേ? അത് ഒരെണ്ണം അപ്കമിങ് ആയിട്ട് വരുന്നത്. എല്ലാം അപ്കമിങ് എന്ന് പറയാം, കാരണം ഒന്നും പുറത്തില്ല. ഷോർട്ട് ഫിലിം ഒഴിച്ച് ബാക്കി 3 എനിക്കാണെങ്കിൽ ഉള്ള ആദ്യത്തെ എക്സിസ്റ്റിംഗ് ആ 2 ഫീച്ചർ ഫിലിംസ് അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും മറ്റേ യൂട്യൂബിലുണ്ടല്ലോ.
അത് ദായം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിന്റെ 2023 എന്താ സംഭവിക്കുന്നത് വെച്ചാൽ IFFK വരുന്ന മിക്ക പടങ്ങൾക്കും പിന്നെ കേരളത്തിലൊരു ഫെസ്റ്റിവൽ റൺ ഉണ്ടാവണം. കേരളത്തിൽ ഒരുപാട് ഫിലിം സൊസൈറ്റികൾ ആക്റ്റീവാണ്. അപ്പൊ അവരൊക്കെ അവരുടേതായ ഫെസ്റ്റിവൽസ് ഉണ്ട്. അതിനൊരു ഒരു കലണ്ടർ തന്നെ ഉണ്ട്. ഓരോ സമയത്തും വളരെ കൃത്യമായിട്ട് നടക്കുന്ന 19-20 വർഷങ്ങളായിട്ടൊക്കെ നടക്കുന്ന ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഇതില് IFFK ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങൾ പോകാറുണ്ട്. അങ്ങനെ ദായം ഒരുപാട് സ്ഥലത്ത് അപ്പൊ കുറെ പേര് ഓൾറെഡി കണ്ടു. തിരുവനന്തപുരത്ത് തന്നെ 2-3 സ്ക്രീൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് അതൊരു ഈ വളരെ കീനായിട്ട് ഫോളോ ചെയ്യാത്ത ആളുകൾ എനിക്കൊരു ഒരു പക്ക മൂവി ബഫിനായിട്ടുള്ള പ്രത്യേകിച്ച് ഇതുപോലുള്ള സിനിമകൾ ശരിക്കും അന്വേഷിച്ച് പിടിച്ച് കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ദായം കാണാനായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരാള് കോട്ടയത്ത് വന്നിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് കോട്ടയത്ത് കാണിക്കും, കാരണം IFFK മിസ്സായി, ഇനി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോ പുള്ളി വീണ്ടും കണ്ടു. അങ്ങനെയുള്ള ആളുകളുണ്ട്. മനസ്സിലായി. ചേട്ടാ എനിക്കൊരു ഡൗട്ട്. ഇപ്പം അന്ന് ചേട്ടൻ എന്തായാലും ഇതിനൊന്നും പോയില്ല, മീഡിയ സ്കൂളിലും ഒന്നും. പക്ഷെ ഇന്ന് ചേട്ടൻ പോവായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം കൂടുതൽ റെലവെന്റ് ആയല്ലോ, ഇപ്പൊ ആൾക്കാർ ആ പാത്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തായിരുന്നെങ്കിൽ ചേട്ടൻ പോയിരുന്നതിന് അത് ചേട്ടന് നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും? അതോ അതായത് അന്ന് ഞാൻ പോവാതിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് വീട്ടിൽ പ്രസന്റ് ചെയ്യാൻ പോലുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് അത് ഒരു പക്ഷേ ഇല്ലായിരിക്കും, ആ ഒരു റെസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഫിലിം സ്കൂളിൽ പോവാതെ ഫിലിം മേക്കിങ്ങിന്റെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിലിം മേക്കിങ്ങിന്റെ ഒരു മോഡ്യൂൾ എടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നത്. അത് എല്ലാം കവർ ചെയ്യുന്ന ഒരു സാധനം. അതിൽ ക്യാമറ വരുന്നുണ്ട്, എഡിറ്റിംഗ് വരുന്നുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും ബേസിക് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതിപ്പോ ഒരു കൊച്ചിയിലുള്ള ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയിൽ അവർക്കൊരു ഫിലിം മേക്കിങ്ങിന്റെ മോഡ്യൂൾ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു 4-5 ദിവസത്തെ ഒരു ക്ലാസ് ആയിട്ട് ഓരോ സെമസ്റ്ററിനും എടുക്കുന്നത്. അപ്പോൾ അതെടുക്കുന്ന വെച്ചാൽ ഈ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതായത് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ സിനിമയുടെ VFX ബ്രേക്ക് ഡൗൺ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ VFX രംഗത്ത് ഒരു പുതിയൊരു ഒരു ഇന്നോവേഷൻ വരുവാണെങ്കിൽ, അപ്പം ഞാനത് ഭയങ്കര ഒരു ആവേശത്തോടെ കണ്ടിട്ട് ഞാൻ എന്റെ VFX ചെയ്യുന്ന ഫ്രണ്ടിന് അയച്ചു കൊടുക്കും. എന്നുവെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പുള്ളി എനിക്ക് അയച്ചു തരും എന്ന്, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ സാധനം വേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അതൊരു നല്ലൊരു കാര്യം. പിന്നെ ഈ വളർന്നു വരുന്ന അതെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഫിലിം സ്കൂൾ ടു ലേൺ ഫിലിം or to learn filmmaking, ഫിലിം സ്കൂൾ എസെൻഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ കുട്ടികളെ കാണുന്നത്, ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് സെമിസ്റ്ററുകളായിട്ട് കുട്ടികളെ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബിഗർ പ്രോബ്ലം, അവർക്ക് ഇഷ്ടം പോലെ കോണ്ടന്റ്. എൻ്റെ സിറ്റുവേഷൻ അല്ല, എനിക്ക് ഒട്ടും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഇതങ്ങനെയല്ല, ഇവർ ഇഷ്ടം ഓരോ ആഴ്ചയും അത്രയും കൂടുതൽ സിനിമകളും സീരീസും ഇറങ്ങും, അത്രയും കൺസ്യൂം ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഇപ്പോഴത്തെ കാലത്തേക്ക് ഉള്ള സിനിമകൾ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. കാരണം ഇത് തന്നെ എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കും, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കും. അപ്പൊ അത് കാണണം, നമ്മൾ എന്തായാലും കാണണം. അപ്പൊ അത് കാണും, അപ്പോഴത്തേനും അടുത്ത് വരും. അങ്ങനെ അത് കണ്ടുപോകുമ്പോൾ ഒരു സിനിമയുടെ ഹിസ്റ്ററിയെ പറ്റിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഓർക്കാനേ അവർക്കൊരു ചാൻസ് കിട്ടുന്നില്ല. പഴയ ക്ലാസിക്സ് ഒന്നും അവർ കണ്ടിട്ടേ ഇല്ലായിരിക്കും ഒരുപാട് പേര്. ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കാൻ, അത് എനിക്ക് ആ പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്ന വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഒരു അബണ്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഫിലിം ഹിസ്റ്ററി പഠിച്ചു. കാരണം എങ്ങനെയാണെന്ന് ഇവോൾവ് ചെയ്തതെന്ന് അറിയണം എന്ന് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പഠിച്ചു. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഏതൊക്കെയോ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാനും ഒക്കെ ആയിട്ട്. ഇതാണ് ഞാൻ നേരത്തെ ക്രിറ്റിസിസത്തിന്റെ കാര്യം പറഞ്ഞത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു സിനിമ മാത്രം കണ്ടിട്ട് ആ സിനിമ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമയെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് പറയുമ്പോഴാണ് അതൊരു പ്രൊഡക്റ്റ് റിവ്യൂ പോലെ മാത്രമാവും, ഫിലിം ക്രിറ്റിസിസം അല്ലാതാവും. ഈ ഒരു സാധനം ചിലപ്പോൾ ഫിലിം സ്കൂളിൽ ഹെൽപ്പ് ചെയ്തേക്കും ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാം. പക്ഷേ ശരിക്കും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് അങ്ങനെ പഠിക്കാനുള്ളതാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിനുള്ള ബുക്സും ഇതിനുള്ള യൂട്യൂബിലുള്ള സാധനങ്ങളും അതുപോലുള്ള കാര്യങ്ങളും പണ്ടത്തേക്കാളും അവൈലബിൾ ആണ്. അത് നോക്കിയും പഠിക്കാം.
ഇപ്പൊ എല്ലാം ആക്സസിബിൾ ആണല്ലോ എല്ലാം. പിന്നെ ഫിലിം സ്കൂൾ തരുന്ന ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ ഫിലിം സ്കൂൾ തരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഒരു ഫ്രട്ടേണിറ്റിയുടെ ഒരു പാർട്ടാക്കി മാറ്റും. നമ്മളൊരു ഫിലിം സ്കൂളിലെ ഒരു അലംനസ് ആണ് എന്ന് പറയുമ്പോൾ അവിടുന്നുള്ള പഴയ ആൾക്കാരെല്ലാം ഇപ്പം ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരാളാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ നമുക്ക് കിട്ടും. അൾട്ടിമേറ്റ്ലി നമ്മളുടെ സ്കില്ലും നമ്മളുടെ ടാലന്റും ഒക്കെ തന്നെയാണ്, പക്ഷെ ഇറ്റ് വിൽ ഹെൽപ്പ് ഡോർസ് അത് മാത്രമാണ് എനിക്ക് മിസ് ഔട്ട് ആയതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്കെല്ലാം കാച്ചപ്പ് ചെയ്ത് കുറെയൊക്കെ കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് ക്യാമറാമാനോട് ഈ ലെൻസ് ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് വേണ്ട ഫ്രെയിം എന്താണെന്നുള്ള ഒരു ഐഡിയ കണ്ടുപഠിച്ച അതെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ പഠിച്ചാണ്. പക്ഷേ അതിനപ്പുറം ഒരു ലൈറ്റിംഗ് എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ 3 point ലൈറ്റിംഗ് എന്താണ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ലൈറ്റിംഗ് എന്താണ് എന്ന് എനിക്ക് തിയററ്റിക്കലി അറിയാം. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, അത്രയും ക്ലോസ്ലി ഇൻവോൾവ് ആയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു അടുത്ത പടത്തിലായിരിക്കും അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് കിട്ടും. അത് പ്രാക്ടിക്കൽ ആകും. അങ്ങനെയുള്ള ഒരു ലേണിംഗ് കോൺസ്റ്റന്റ്ലി നടക്കുവാണ്. അതാണ് ഈ ഫീൽഡ് എന്തായാലും ചേട്ടൻ കോൺസ്റ്റന്റ് ലേണിംഗ് ആണല്ലേ, എന്നും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അതെ കോൺസ്റ്റന്റ് ലേണിംഗ്. എനിക്കൊന്നും അതല്ലാതെയും ഫിലിം മേക്കിംഗ് ചെയ്യാമായിരിക്കും. എനിക്കൊന്ന് വളരെ ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാത്ത ഡയറക്ടേഴ്സും ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പല ആക്ടേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡയലോഗ്, ബാക്കിയെല്ലാം അപ്പോൾ ക്യാമറയുടെ കാര്യങ്ങളെല്ലാം ഒരു ക്യാമറാമാന് വിട്ടുകൊടുക്കുക, DOPക്ക് വിട്ടുകൊടുക്കണം, അയാൾ അനുസരിച്ച് ചെയ്യുന്നു. ആക്ടറിന്റെ ആക്ടിങ്ങിൽ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ സംഭവം എനിക്ക് തോന്നുന്നത് ഒരു ഡയറക്ടർ ഇതിനകത്ത് എല്ലാത്തിലും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു സ്കൂളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എടുത്തിട്ട് ഇതില് ചേട്ടന്റെ മൈൻഡിൽ എന്തോ ആദ്യം വരുന്നത് അത് പറഞ്ഞാൽ മതി. ഫേവറേറ്റ് ഫിലിം എന്താണ് ചേട്ടന്റെ ഫേവറേറ്റ് ഫിലിം? ആക്ച്വലി ഇല്ല, അങ്ങനെ ഒറ്റ ഫിലിമായിട്ട് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. കാരണം പല ഓരോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഈ എൻ്റയർ ഫിലിം ഹിസ്റ്ററി ആയിരിക്കും എൻ്റെ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായി. വളരെ ക്ലോസ് ടു ഹാർട്ട് നിൽക്കുന്ന പടങ്ങൾ എന്ന് പറയുന്നതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു 10-15 പടം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും പോസിബിൾ ആണ്. ഒരു ഫേവറേറ്റ് ഫിലിം എന്ന് പറയാൻ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ചേട്ടൻ യൂഷ്വലി ഒരു ജോൺർ എടുക്കുന്ന ഏതാണ് ചേട്ടൻ യൂഷ്വലി കാണുന്ന ജോൺർ? എഗെയിൻ ഈ പറഞ്ഞ പോലെ എല്ലാം അപ്രീഷിയേറ്റ്. എനിക്കൊന്ന് ഏറ്റവും കുറവ് ഞാൻ കാണുന്നത് ഒരു പക്ഷെ ഹൊറർ പോലെ ഇഷ്ടമല്ല എന്നല്ല. ഇപ്പൊ ഈ പറയുന്ന എഗെയിൻ ഈ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൊറർ പടം വരുമ്പോൾ അത് കണ്ടു നോക്കാറുണ്ട്. ലൈക് കോൺജറിംഗ് കണ്ടു നോക്കിയിട്ടുണ്ട്. കോൺജറിംഗ് എനിക്കൊന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടു, പക്ഷെ ബാക്കിയുള്ളതൊന്നും കണ്ടിട്ടില്ല. സോ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതാ പറഞ്ഞത്, എനിക്ക് താങ്ങാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ആക്ഷനും കണ്ടാൽ ആസ്വദിക്കുന്നല്ല. ജോൺ വിക്ക് ഇപ്പം ഞാൻ എനിക്കൊന്ന് ഫസ്റ്റോ സെക്കൻഡോ കണ്ടു കാണും, പക്ഷെ അടുത്തൊരു പാട്ടിന് വേണ്ടി കാത്തിരുന്ന് കാണുക എന്നുള്ളൊരു സാധനമില്ല. അതിനേക്കാളും എനിക്ക് തോന്നുന്നു വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ഫിലിം മേക്കേഴ്സ്, ഡ്രാമ എന്ന് പറയാം. പിന്നെ ത്രില്ലേഴ്സ് ഓഫ് കോഴ്സ് ഇഷ്ടമാണ്. ത്രില്ലേഴ്സ് അതിൻ്റെതൊരു കാര്യം, സൈക്കോളജിക്കലും ആവാം, ഇൻവെസ്റ്റിഗേറ്റീവ് ആവാം. പിന്നെ നല്ല കോമഡീസ് ആണെങ്കിലും ഇഷ്ടമാണ്. എനിക്ക് ഹാങ് ഓവർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഇത് പറയുന്നതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്തതെന്ന് തോന്നുന്നു. മനസ്സിലായി. ഡീപ് റൂട്ടഡ് മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇത് ഫേവറേറ്റ് ഫിലിം എനിക്ക് തോന്നുന്നത് പാടുള്ള ക്വസ്റ്റ്യനാണ്. മനസ്സിലായി. എന്താ നമുക്ക് അടുത്തതിലേക്ക്? സിനി ക്രഷ് മൊമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമകൾ ആക്സസ് കുറവുണ്ടായിരുന്ന സമയത്ത് നമുക്കിങ്ങനെ എവിടുന്നെങ്കിലുമൊക്കെ കാണുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യും. കാരണം വിഷ്വൽസ് നമ്മൾ കാണുന്ന കുറവാണ്. അപ്പൊ എനിക്ക് അറിയണം ചേട്ടൻ എന്താണ് ഇൻസ്പയർ ചെയ്ത് ഇവിടം വരെ ഇങ്ങനെ ഇല്ല, അങ്ങനെയില്ല കേട്ടോ. അങ്ങനെ എനിക്കൊന്ന് ഞാൻ ഒരു കാര്യം പറയാനാണെങ്കിൽ അതായത് അഗ്രഹാരത്തിൽ കഴുതയെന്ന് പറഞ്ഞിട്ട് ജോൺ അബ്രഹാമിന്റെ ഒരു പഴയ പടമാണ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോടായിരുന്നു, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ഇതുപോലെ ഏതൊരു ഫിലിം സൊസൈറ്റി, ഇതൊരു വലിയ
ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഒരു സ്ക്രീൻ, ഒരു ടെമ്പററി സ്ക്രീനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രൊജക്ട് 16mm പ്രൊജക്ടറിൽ ഇത് കാണിക്കായിരുന്നു. അപ്പൊ അത് പ്രൊജക്ട് ചെയ്യുവാണ്. അപ്പൊ അത് ഞാൻ വളരെ ചെറുതാണ്, അതായത് ഞാൻ 1-ോ 2-ലോ വല്ല ആയിരിക്കും. അപ്പൊ അതുവരെ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുമല്ലോ, അപ്പൊ ഇതിന്റെ ബാക്കിലാണോ സംഭവിക്കുന്നത് എന്താണ് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ദിവസമാണ് ഇതൊരു വെറും ഒരു തുണിയാണെന്നും കുറച്ച് വലിയൊരു തുണിയാണെന്നും ഇതിലിങ്ങനെ ഇവിടുന്ന് പ്രൊജക്ടറിൽ നിന്ന് വന്ന് വീഴുവാണെന്നും ഒക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുന്നത്. അതെനിക്ക് തോന്നുന്നത് അതൊരു മൊമെന്റ് ആയിരുന്നു എനിക്ക്. കാരണം ആ പ്രായത്തിലുള്ള ഒരു കാര്യം ഓർക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പൊ അഗ്രഹാരത്തിൽ കഴുത ആ ഒരു ടെമ്പററി വെള്ള തുണി സ്ക്രീനിൽ ഒരു 16mm പ്രൊജക്ടറിൽ നിന്ന് കാണുന്ന എനിക്കൊരു സിനി ക്രഷ് മൊമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തോന്നുന്നു ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഓർക്കുന്നത്. ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ളൊരു എന്നൊരു ഒരു ഐഡിയ, എന്തോ ഒരു സ്വിച്ച് ഓൺ ആവുന്ന ഒരു സമയം അതായിരുന്നു തോന്നുന്നു. പിന്നെ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ആർട്ട് ഫിലിംസിലെ ഒരു ഐക്കോണിക് സിനിമയാണ്. എനിക്ക് ആ പ്രായത്തിൽ എന്ത് മനസ്സിലായെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ പക്ഷെ ഈ അതിനെ കൊണ്ടുപോകുന്ന അതുപോലത്തെ സിനിമകൾ കാണിച്ചിരുന്ന പേരൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആ ഒരു എക്സ്പോഷർ വരാൻ ആ ഒരു കാര്യമുണ്ട്, അത് ഓർക്കുന്നു. നമുക്ക് അടുത്ത ചുറ്റിലേക്ക് ഇത് കൊള്ളാം, നല്ല ആൻസർ ആയിരുന്നു. ഫേവറേറ്റ് ഡയറക്ടർ വീണ്ടും പ്രശ്നമുള്ള കാര്യം. അതായത് എനിക്കൊന്നും ചേട്ടന് കുറച്ച് ഇംപ്രസ്ഡ് ആയിട്ടുള്ള, ചേട്ടന് ഇഷ്ടമുള്ള ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. അതായത് ഞാനിങ്ങനെ അടുത്ത പടം വരാൻ കാത്തിരിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഇയാളുടെ അടുത്ത പടം എനിക്ക് എന്തായാലും അങ്ങനെ നമ്മൾ സാധാരണ പറയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആക്ടേഴ്സ് ഒന്നുമില്ല. ഞാനൊരു ഒരിക്കലും ആക്ടേഴ്സിന്റെ ഒന്നും ഫാൻ ബോയ്സ് ഒന്നും ആയിട്ടില്ല. ഡയറക്ടേഴ്സ് ഞാനിപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് ഫിലിം വാച്ചിങ് ഒക്കെ തുടങ്ങിയ ശേഷം അടുത്ത പടം കാത്തിരിക്കുന്ന ഒരു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ചൈതന്യ തമാനെ, മറാഠി ഡയറക്ടറാണ്. കോർട്ട് എന്ന് പറഞ്ഞ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞിട്ട് സിനിമകൾ ചെയ്തത്. ചൈതന്യയുടെ അടുത്ത പടം എന്താണെന്ന് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, പുള്ളി എഴുതുകയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇന്ത്യയിൽ വേറെ PS വിനോദ് രാജ് എന്ന് പറഞ്ഞിട്ട് കൂഴാങ്കൽ എന്ന് പറഞ്ഞ തമിഴ് ഡയറക്ടറാണ്. കൂഴാങ്കൽ എന്ന് പറഞ്ഞ, പിന്നെ കൊട്ടുകാളി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഒരു പടം ഉണ്ടായിരുന്നു. PS വിനോദ് രാജിന്റെ അടുത്ത പടം എന്താണ് എന്ന് ഞാൻ അങ്ങനെ ഞാൻ ഫേവറേറ്റ് എന്നല്ല പറഞ്ഞു, ഞാൻ ഈ വേറൊരു രീതിയിൽ ലുക്ക് ഫോർവേഡ് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒരു ഫേവറേറ്റ് പറയുന്ന ഞാൻ ഇത് പറയാണ്. വേറെ അല്ലാതെ ആണെങ്കിൽ ഇപ്പൊ ഹോളിവുഡിലാണെങ്കിൽ റിച്ചാർഡ് ലിങ്ക്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ബിഫോർ സൺസെറ്റ്, ബിഫോർ ബോയ്ഹുഡ് ഒക്കെ ചെയ്ത ഡയറക്ടറുണ്ട്. റിച്ചാർഡ് ലിങ്ക്ലേറ്റർ അടുത്ത് എന്ത് ചെയ്യും എന്ന് എനിക്ക് ഉണ്ട്. അത് പ്രത്യേകിച്ചും പുള്ളിയുടെ അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നോവൽ വാഗുന്നത്, ന്യൂ വേവ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഫ്രഞ്ചിലെ ഒരു വലിയൊരു ഫിലിം മൂവ്മെന്റ് ആണ് ഫ്രഞ്ച് ന്യൂ വേവ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ആ കാലത്ത് നടക്കുന്ന ഒരു കഥയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഞാൻ കാത്തിരിക്കുന്നത് ഇതാണ്. റിച്ചാർഡ് ലിങ്ക്ലേറ്റർ അതുപോലത്തെ ഒരാളാണ്. പിന്നെ ഒരുപാട് അല്ലാത്ത ഫിലിം മേക്കേഴ്സ്, ഇപ്പം ജിം ജാർമുഷ് എന്ന് പറഞ്ഞ ഫിലിം മേക്കർ ഉണ്ട്. പിന്നെ ഇവരൊന്നും ഒരു കൺവെൻഷണൽ ഹോളിവുഡ് ഇത് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനത്തെ ഒരുപാട് അങ്ങനെ പറയാൻ പറ്റില്ലേ, ഫിലിം ഗീക്കുകളിൽ ഞാനൊരു ശിശുവായിരിക്കും. പക്ഷെ വലിയ ഫിലിം ഗീക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ മെയിൻ സ്ട്രീം അല്ലാത്ത പടങ്ങൾ കാണാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടെന്നുള്ളത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ പേര് പറഞ്ഞത് തന്നെ എനിക്കിപ്പം ഗിൽറ്റി തോന്നുവാണ്. വേറെ ഫിലിം മേക്കേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഞാനൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇവരെല്ലാം എനിക്കത് ചൈതന്യ വിനോദ് രാജും എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറയാവുന്ന തന്നെ ഫിലിം മേക്കേഴ്സ് ആണ്. ചൈതന്യ ഇസ് മച്ച് യങ്ങർ ദാൻ മീ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവരിപ്പോഴും ആക്റ്റീവായിട്ട് പുതിയ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ആക്റ്റീവാണ്. ഇനി നമുക്ക് ഫൈനൽ സെറ്റിലേക്ക് പോകാം. ഓക്കെ, ദായം ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഫിലിമാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട്
ഒരു ഫിലിം മേക്കറിന്റെ സെക്കൻഡ് ഫിലിം ഭയങ്കര പാടാണ്, ഫസ്റ്റിനേക്കാളും പാടാണെന്ന് ഒരു വ്യൂ ഉണ്ട്. കാരണം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ്. എനിക്കാണെങ്കിൽ നഷ്ടപ്പെടാനൊന്നും കുറച്ച് പേർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ട്രഗിൾ ഫസ്റ്റിന്റെ പോലെ തന്നെയാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ എനിക്കറിയാം ഒരു 2020 ഒരു പക്ഷേ അതിശയങ്ങൾ ഒരു തിയേറ്റർ റിലീസ് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുമായിരുന്നോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതും നടന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കറിനെ പോലെ തന്നെ സ്ട്രഗിൾ ആയിരുന്നു ചെയ്യാനായിട്ട്. ദായം ചെയ്യുന്നതും ആക്ച്വലി ഇത്തിരി നേരം ഞാൻ പറഞ്ഞതാണ്, ഇത്തിരി നേരം എന്നാണ് റോഷൻ സെറിൻ പ്രോജക്റ്റിന്റെ പേര്, ഈ ഞാൻ പറഞ്ഞ അപ്കമിങ് പ്രോജക്റ്റിന്റെ പേര്. അപ്പൊ ഇത്തിരി നേരത്തിന്റെ ഞാൻ പറഞ്ഞില്ല, അത് പല പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു റോഷന്റെ ഡേറ്റിന്റെ അവൈലബിലിറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നായിരുന്നു ഒരു ഐഡിയ, ദായം ചെയ്യാമെന്നായിരുന്നു. പക്ഷെ ഒരു സമയത്ത് കുറച്ചൊരു 6 month ഗ്യാപ്പ്, അതിനിടയ്ക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയപ്പോഴായിരുന്നു ദായം ചെയ്തത്. ദായം ചെയ്തത് ആ സമയത്ത് ചെയ്തത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് പിന്നെ തോന്നി. കാരണം ഒന്ന്, ഞാനൊരു 6 വർഷം മുമ്പാണ് ഞാൻ അതിന് മുമ്പ് സിനിമ ചെയ്തത്. അപ്പം ഒരു വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് പോയി ഇത്ര നേരം പോലെ കുറച്ചും കൂടെ വലിയൊരു സിനിമ ചെയ്യുന്നതിലും എനിക്ക് കുറച്ചും കൂടെ, അപ്പൊ ഇതൊരു നമ്മൾ സൈക്കിളൊക്കെ പഠിക്കുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഇപ്പൊ സൈക്കിൾ പഠിച്ചാൽ പിന്നെ മറക്കില്ല എന്ന് പറയുക എന്ന് പറയുന്ന പോലെ, ഞാൻ ഫസ്റ്റ് ഡേ ഒരു സെറ്റിലൊക്കെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഒരു എന്തൊക്കെയാണ് കുറച്ചൊരു ശരിയാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. എനിക്കൊന്നൊരു ഹാഫ് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്കൊരു മസിൽ മെമ്മറി പോലെ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പൊ അത് വരാനൊരു സമയം എടുക്കും. അപ്പൊ അതൊന്ന് വീണ്ടും ഒന്ന് എക്സസൈസ് ചെയ്യുന്ന വർക്കൗട്ട് പോലെയായിരുന്നു ദായം ചെയ്യാൻ പറ്റിയത്. പിന്നെ ദായത്തിലൂടെ ഉണ്ടായ ടീമും അങ്ങനത്തെ ദായത്തിലെ കുറെ പേരൊക്കെ ഇത്തിരി നേരത്തിൽ പിന്നെ വന്നു, അങ്ങനെയൊക്കെയുള്ള കാസ്റ്റിലും ക്രൂവിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു ആ ഒരു സെക്കൻഡ് ഫിലിം എന്നുള്ള രീതിയിൽ. എനിക്കൊന്നൊരു പെർഫെക്റ്റ് ഫിലിം ആയിരുന്നു. പിന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അതിശയങ്ങളുടെ വേനൽ കുറച്ച് നീളം കൂടി, 2 മണിക്കൂർ മേ ബി അത് കുറച്ച് കൂടെ ചെറുതാക്കാമായിരുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ അതിശയങ്ങളുടെ വേനലിൽ ഇപ്പോൾ ഒരു സാധാരണ കാണുന്ന ഒരു സിനിമയെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ യൂസ് വളരെ കുറവാണ്. ഞാൻ അങ്ങനെ വേണമെന്ന് വിചാരിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പ്രേക്ഷകരെ കുറച്ച് ഹെൽപ്പ് ചെയ്യുവാണ്, ഇമോഷൻ കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ ഞാൻ അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കിയത് അത്രയും ഹെൽപ്പ് ഇല്ലാതെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ ആ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ളൊരു എന്താ പറയുന്നത് നമ്മുടെ എക്സ്പെരിമെന്റ്സ് ആണ്. എനിക്കൊന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ ഭയങ്കര എക്സ്പെരിമെന്റൽ എന്ന് പറയാവുന്നൊരു സാധനം അതാണ്, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പിന്നെ ദായം ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ആ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ഫ്രീയർ ആവുകയാണ്. ഞാൻ വിചാരിച്ചു ഇല്ല, കുറച്ചും കൂടെ സപ്പോർട്ട് കൊടുക്കാം, അവർ കുറച്ചും കൂടെ ഇമോഷണലി എൻഗേജ് ആയിക്കോട്ടെ, അവരുടെ കുറച്ച് കടുംപിടുത്തങ്ങളൊക്കെ കുറയും. അപ്പൊ അങ്ങനെ ആ ഒരു സാധനം അതൊക്കെ കുറച്ച് അതിശയങ്ങളെക്കാളും കൂടുതൽ ക്ലോസപ്പുകളുണ്ട് ദായത്തില്. അപ്പൊ അതും കുറച്ചും കൂടെ നമുക്ക് ആ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. ഇതെല്ലാം അടുത്ത ഒരു ഇതിലേക്ക് എന്നെ സഹായിച്ചു എന്ന് പറയാം. കാരണം അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. അതെ, ഇത്തിരി നേരത്തിൽ ശരിക്കും വളരെ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു അബണ്ടന്റ് ആയിട്ട് തന്നെ മ്യൂസിക് ശരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു സൗണ്ട് സ്കേപ്പ് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളെ ഇതിന്റെ നമ്മളെ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് ഒരാളെ കാണിച്ചപ്പോൾ ആള് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാണ് അതിന്റെ ഒരു സൗണ്ടിന്റെ പുള്ളി ഒരു വീട്ടിലിരുന്ന് കണ്ടിട്ട് പോലും അത് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. മ്യൂസിക്കും ബാക്കിയുള്ള സൗണ്ടുകളും എല്ലാം കൂടെ വന്നിട്ടുള്ള. അപ്പൊ അതിലേക്കൊക്കെ ഉള്ള ഒരു ഇതെല്ലാം ഓരോ ചവിട്ടുപടിയാണല്ലോ, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ദായം എനിക്കൊന്നും അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ദായം കുറച്ചും കൂടെ ഇമോഷണലി കണക്റ്റിംഗ് ആണ് ആൾക്കാരുമായിട്ട്. മനസ്സിലായി, കുറച്ചും കൂടെ ഈസിലി ആക്സസിബിൾ ആണെന്ന്. പിന്നെ ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞേ, വളരെ ആദ്യം തൊട്ട് തന്നെ ഞാൻ ഇതിന്റെ ലെങ്ത് ഭയങ്കര ചെറുതാക്കുന്ന ഒരു 82 minutes ആണ് ഉള്ളത്. അപ്പൊ അത് അതായത് 1.5 മണിക്കൂർ ഇല്ല, 1.5 മണിക്കൂർ 10 മിനിറ്റ് കുറവാണ്. അപ്പൊ അതെല്ലാം എല്ലാ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അത് സക്സസ്ഫുൾ ആണ് എന്നുള്ളതിൽ വളരെ ഹാപ്പിയാണ്. ചേട്ടന്റെ ഫിൽം മൊമെന്റ് എപ്പോഴായിരുന്നു? അതായത് ഈ ജീവിതത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ് റൈറ്റർ അല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പക്ഷേ ഞാൻ കോൺസ്റ്റന്റ്ലി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അത് എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാവട്ടെ, എൻ്റെ
എനിക്ക് പരിചയമുള്ളവരുടെ. അപ്പോൾ പലരും എന്നോട് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി സിനിമയിൽ ഇൻപുട്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ പലർക്കും അറിയാം, എന്നോട് പറയുമ്പോൾ തന്നെ അറിയാം ഇത് ഏതെങ്കിലും സിനിമയിൽ വരുമായിരിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയാറുണ്ട്. ഈ ഇപ്പോൾ അതിശയങ്ങളുടെ വേനലിലായാലും ഞാൻ ഒരു മൊമെന്റ് പറയാനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കൊച്ചുകുട്ടിയുടെ പലപ്പോഴും ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടായിരുന്നു കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പം എനിക്കൊന്ന് അനീഷ് എഴുതിയതിൽ അനീഷിന്റെ ചൈൽഡ്ഹുഡ് കുറെ വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇതിൽ ഒരു ഇൻസ്റ്റൻസ് പറയാനാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സന്ദീപ് ഏട്ടനും അമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത് എനിക്ക് അറിഞ്ഞൂടെ എത്ര ഓൾഡ് മെമ്മറി ആണെന്നുള്ളത്. ഭയങ്കര ചെറുതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വയസ്സിന് താഴെയാണ് ഡെഫിനറ്റ്ലി. അന്ന് കറണ്ട് കട്ടുകളുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇരുട്ടായിരിക്കും, ഒരു മെഴുകുതിരിയോ അങ്ങനത്തെ വിളക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ എനിക്ക് അന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിന്നൊരു ഇതാണ് ഈ നമ്മളിങ്ങനെ നിഴലുകൾ ഉണ്ടാക്കുമല്ലോ ഓരോ മൃഗങ്ങളുടെ ഒക്കെ. അപ്പോൾ അത് എനിക്കൊന്ന് ആരോ അമ്മാവനോ ചേട്ടനോ ആരോ ഒരു ഇത് ചെയ്തു. അപ്പൊ മറ്റേ ആള് അതിന് എതിരായിട്ട് ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന്, അപ്പൊ ഇത് നമ്മളൊരു ഫൈറ്റായി. അപ്പൊ ഈ ഒരു ചെറിയ ഇൻസിഡന്റ്. അപ്പൊ ഇത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത് ചെയ്യുമ്പോൾ അതിലൊരു ഈവന്റ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഇതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് അപ്പം നമ്മൾ പിന്നെ ചെയ്യുന്ന വെച്ചാൽ ഇത് നടന്നൊരു സംഭവമാണ്, അത് നമ്മളിതിൽ കൊണ്ടുവരുന്നു. ഞാൻ നോക്കുന്ന അടുത്ത അതിനെ എങ്ങനെയാണ് ഈ ഫിലിമിന്റെ ആ ഒരു ബോഡിയിൽ എങ്ങനെ അതിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിശയങ്ങളെല്ലാം ആ ഇതിന്റെ ഒരു റെഫറൻസ് ഒരു 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ 3 പ്രാവശ്യവും വേറെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതിലൊരു ആദ്യം നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആൺകുട്ടി ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സമയത്താണ് ഈ വേറൊരു അവന്റെ ഒരു ആന്റഗോണിസ്റ്റ് പോലെ ഒരു ക്യാരക്ടർ വരുന്നു. ആന്റഗോണിസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ വരുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ട് ഇത് മാറുന്നു. അതിനുശേഷം ഇവൻ എം ടി ആയിട്ടുള്ള ഒരു വാളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ആ ആളില്ലാതായി കഴിയുമ്പോൾ ആ ആള് അടുത്തില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ ഒരു തീമാറ്റിക് സാധനമായിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ ദായത്തിലും അതുപോലെ തന്നെ, ദായത്തിലൊരു എൻ്റെ ഒരു ഫ്രണ്ട് ചൊല്ലിയൊരു കവിതയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഒരു കവിത ചൊല്ലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതിൽ നിന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സീനിൻ്റെ ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത്തിരി നേരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിലെ സാധനങ്ങൾ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ ഒന്ന് അത് ഭയങ്കര യൂണീക്ക് ആയിരിക്കും. കാരണം അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എനിക്ക് അത്രത്തോളം ട്രൂത്ത്ഫുൾ ആയിട്ട് അത് ഡെപ്പിക്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ അത് വേറെ ആരുടെയെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും എവിടെയെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ പോലും അതിനൊരു ഫ്രഷ്നെസ് കാണും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്തിരി നേരം ഇതുവരെ ഈ കണ്ട എൻ്റെ ഫ്രണ്ട്സൊക്കെ പർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ അതെനിക്കറിയാം, അതുകൊണ്ടാണ് ആ ഒരു റിയൽ ലൈഫ് സാധനം ഉണ്ട്. എനിക്കൊന്ന് എപ്പോഴും നമ്മള് റിയൽ ലൈഫ് എപ്പോഴും നമ്മുടെ ഇമാജിനേഷനെക്കാട്ടിലും റിച്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഫിലിം ഓറ മൊമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയാം. വന്നാൽ നല്ലതാണ്. എനിക്കൊന്ന് സിനിമകൾ അത്രയും റിച്ചർ ആവും തോന്നുന്നു. താങ്ക് യു ചേട്ടാ, വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്ഫുൾ കോൺവെർസേഷൻ ആയിരുന്നു. ചേട്ടൻ ഒരു സെൽഫ് മെയ്ഡ് ഡയറക്ടറാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ പ്രോജക്ട്സ്.